ഹായ് ഓൾ, ഏണസ്റ്റ് അക്കൗണ്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന RRB NDPC CBT1 ടയർ 1ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഓക്കെ, അതായത് 2020 ഡിസംബർ 30 ഷിഫ്റ്റ് 2ൻ്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഷിഫ്റ്റ് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ ഇനിയും പ്രാക്ടീസ് ചെയ്യാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീക്കിലി ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എന്താണ്? Study the given pattern carefully and select the number from the among given options that can replace the question mark. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് നമ്പർ പസിൽ. ഓക്കെ, നമ്പർ പസിൽ അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ എന്നൊരു ടോപ്പിക്, നമ്പർ പസിലാണ് ടോപ്പിക് അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ ആരാന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇതൊരു ബോക്സ് ടൈപ്പ് ചോദ്യമാണ്, അല്ലെ ബോക്സ് ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്നെങ്കിൽ ബോക്സ് ടൈപ്പ് ആകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വെർട്ടിക്കലി സോൾവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം ഹൊറിസോണലി സോൾവ് ചെയ്യേണ്ടി വരും. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടി വരിക നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ റൈറ്റ് എൻഡിലായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം അത്യാവശ്യം വലിയ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ എന്താ ഉറപ്പിക്കാൻ പറ്റും നമുക്ക്, ഇവിടെ ഉറപ്പായിട്ടും ഹൊറിസോണ്ടലി ആയിരിക്കണം ഇവിടുത്തെ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. സെറ്റല്ലേ? അപ്പോൾ എന്ത് വേണം, നമുക്ക് ഈ 5ഉം ഈ 4ഉം വെച്ച് നമുക്ക് 141 ബേസിക്കലി കിട്ടണം. ഓക്കെ, ആ 5ഉം 4ഉം വെച്ച് നമുക്ക് 141 എന്ന വലിയ നമ്പറിലേക്ക് എത്തണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഓർക്കുക, ഈ 5ഉം 4ഉം 2 ചെറിയ നമ്പേഴ്സാണ്. അപ്പോൾ ആ 2 ചെറിയ നമ്പർ വെച്ച് വലിയ നമ്പറിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ സ്ക്വയേഴ്സോ ക്യൂബ്സോ ഒക്കെ എടുത്ത് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കൂ, വെറും 5 × 4 20 വരുള്ളൂ. നമുക്ക് 141 വേണം. അപ്പോൾ ഉറപ്പിക്കാൻ പറ്റും ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട് കാര്യമില്ല, എന്ത് ചെയ്യും, ചിലപ്പോൾ സ്ക്വയേഴ്സോ ക്യൂബ്സോ എടുക്കേണ്ടി വരും. ശരി, അങ്ങനെയെങ്കിൽ 5ൻ്റെ ക്യൂബ് എടുത്താൽ, 5ൻ്റെ ക്യൂബ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 125 അല്ലേ. ഉറപ്പായിട്ട് നിങ്ങൾ ക്യൂബ്സ് 20 വരെ കാണാൻ പഠിച്ചിരിക്കണം, സ്ക്വയേഴ്സ് 30 വരെയും ഒരു ഉപേക്ഷ കൂടെ പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. അപ്പം 5ൻ്റെ ക്യൂബ് 125 ആണ്. ഇനി നമുക്ക് 141 മതി അല്ലേ, 141ലേക്ക് എത്തിച്ചാൽ മതി. അതായത് 16ൻ്റെ കുറവാണല്ലേ, 125 + 16 141. അതായത് ഈ 4 സ്ക്വയർ ഇയാളെ സ്ക്വയർ ആക്കിയിട്ട്, ഓക്കെ, സ്ക്വയർ ആക്കിയിട്ട് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 141 എന്ന് കിട്ടി അല്ലേ. 5³ + 4 സ്ക്വയർ ആണ് നമുക്ക് 141 വരുന്നത്. നെക്സ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. 6³ എത്രയാണ്? 216. ഓക്കെ, പ്ലസ് 2 സ്ക്വയർ 4 ആണ്, ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടുണ്ട് 220 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ത് വരും? ഈ 7³ + 3 സ്ക്വയർ അല്ലേ. 7³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 343 ആണ്. 7³ 343 ആണ്. 9ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 352 ഓപ്ഷൻ അതുണ്ടല്ലോ, ഓപ്ഷൻ 3 352. കണ്ടോ, സെറ്റാണ്, സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓർക്ക് നമ്പർ പസിലാണ്, നമ്പേഴ്സ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ 2 നമ്പർ വെച്ച്, 2 ചെറിയ നമ്പർ വെച്ച് വലുതിലേക്ക് എത്തിക്കാൻ അല്ലെ, നമുക്ക് അവർ എന്തെങ്കിലും മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അതിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ഒന്നിൽ മൾട്ടിപ്ലിക്കേഷൻ ആകാം, അല്ലെങ്കിൽ സ്ക്വയേഴ്സോ ക്യൂബ്സോ ഒക്കെ എടുത്ത് അഡീഷൻ ആകാം. അപ്പം ഈ ഒരു കാര്യം എപ്പോഴും അവെയർ ആയിരിക്കുക. സെറ്റല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയിന്റിംഗ് ടു എ വുമൺ, സുപ്രിയ സെഡ്, ദിസ് വുമൺ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഹൗ ഈസ് ദ വുമൺ റിലേറ്റഡ് ടു സുപ്രിയ? ഇതാണ് ചോദ്യം അല്ലേ. നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലി അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് റിലേഷൻഷിപ്പാണ് ചോദ്യം അല്ലേ. ശരി, അപ്പോൾ മെയിനായിട്ട് ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ മെയിൻ 2 ടൈപ്പാണ് ബേസിക്കലി വരുന്നത്. അതിനകത്തുള്ള കോൺവെർസേഷൻ ടൈപ്പാണ് ഈ കാണുന്ന ചോദ്യം അല്ലേ. കോൺവെർസേഷൻ ടൈപ്പ് ചോദ്യമാണ് ഈ കാണുന്നത്. ശരി, അപ്പം സെൻറ്റൻസ് വ്യക്തത വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ മീനിങ് ക്ലിയർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അർത്ഥം പക്കയുടെ മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ശരി, എന്താ പറഞ്ഞിരിക്കുന്നത്? പോയിന്റിംഗ് ടു എ വുമൺ. ഓക്കെ, ഒരു സ്ത്രീയെ പോയിന്റ് കൊണ്ട് സുപ്രിയ പറയുവാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് വുമൺ, അതായത് മറ്റേ വുമണിനെ പറ്റി സുപ്രിയ പറയുവാണ്. ദിസ് വുമൺ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ അല്ലേ. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ, എൻ്റെ അമ്മൂമ്മ അല്ലെങ്കിൽ അല്ലേ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളുടെ മകളാണ് അല്ലേ. ദിസ് വുമൺ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. അപ്പോൾ സുപ്രിയ എന്ന് പറയുന്ന വ്യക്തിയുടെ, ഓക്കെ, ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ അല്ലേ. ഇവിടെ സുപ്രിയയുടെ അമ്മയുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ അമ്മൂമ്മ അല്ലേ. അമ്മയുടെ അമ്മയാണ് ഗ്രാൻഡ് മദർ ഇരിക്കുന്നത്. ആ ഗ്രാൻഡ് മദറിൻ്റെ ഒരേ ഒരു മകൾ, ഉറപ്പായിട്ടും അതാരായിരിക്കും? നമ്മുടെ സുപ്രിയയുടെ മദർ ആയിരിക്കും അല്ലേ. ആ മകളുടെ ആരാണ്? ഡോട്ടറാണ്. ക്ലിയർ അല്ലേ? സുപ്രിയയുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സുപ്രിയയുടെ അമ്മയായിരിക്കും. ആ കുട്ടിയുടെ മകളാണ് ആ വുമൺ അല്ലേ, ആ വുമൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ വുമൺ ആരായിരിക്കും? ഒന്നെങ്കിൽ സുപ്രിയ ആയിരിക്കും, അല്ലെങ്കിൽ സഹോദരി ആയിരിക്കും. ഇനി ഇത് ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യുക. ഓപ്ഷൻ അതെന്തായാലും ഓപ്ഷൻ 3 ആണ്, സിസ്റ്റർ കിടപ്പുണ്ട്. അപ്പോൾ കൺഫേം ആണ് വുമൺ ആരാണ്? സുപ്രിയയുടെ, വുമൺ സുപ്രിയയുടെ സഹോദരിയാണ്.
എളുപ്പമല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം സമയം കളയാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, എന്താ പറയുന്നത്? രാധ വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 9 meters ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ്. Then she walks 15 meters towards west. From here she walks 9 meters towards northwest. Finally she walks 6 meters towards the east and stands at a point. How far is she standing from the starting point? അല്ലേ, നമ്മുടെ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സെറ്റല്ലേ? ശരി, അപ്പോൾ എന്താ പറയുന്നത്? അപ്പം ഈ ടോപ്പിക് ആകുമ്പോൾ പക്ക ഡയറക്ഷൻസ് എല്ലാം പക്കയായിട്ട് അറിഞ്ഞിരിക്കണം. കറക്റ്റായിട്ട് തന്നെ എന്താണ് ഡയറക്ഷൻ വരച്ച് പോവുക. ശരി, അപ്പോൾ എന്താ പറയുന്നത്? രാധ വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 9 meters ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സൗത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് നോർമലി അറിയാം, ഡയറക്ഷൻസ് നമുക്ക് അറിയാലോ. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ്. ഇവർക്കിടയിൽ ആരൊക്കെയുണ്ട്? നോർത്തിനും ഈസ്റ്റിനുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഉണ്ട്, സൗത്തിനും വെസ്റ്റ് ഉണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് ഉണ്ട്, സൗത്തിനും ഈസ്റ്റ് ഉണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ്, നോർത്തിനും വെസ്റ്റ് ഉണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ്. അങ്ങനെ മെയിനായിട്ട് 4 പേരും പിന്നെ എക്സ്ട്രാ ഉള്ള 4 ഡയറക്ഷൻസ് ആണ് ബേസിക്കലി ഉള്ളത്. ശരി, അപ്പോൾ എന്താ പറയുന്നത്? രാധ എന്ന് പറയുന്ന കുട്ടി എന്താണ് 9 meters ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ്. ഒരു പോയിന്റിൽ നിന്ന് നേരെ സൗത്ത് ഈസ്റ്റിലേക്ക് 9 meter പോയി. അപ്പോൾ സൗത്ത് ഈസ്റ്റ് എപ്പോഴും കണ്ടായിരിക്കും, ഇതാണ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റിലേക്ക് 9 meter പോയി. ഓക്കെ, പിന്നീട് ദെൻ ഷീ വോക്സ് 15 meters ടുവേർഡ്സ് വെസ്റ്റ്. അവിടെ നേരെ 9 meter വെസ്റ്റിലേക്ക് പോകുന്നു. അപ്പം നേരെ വെസ്റ്റ് എപ്പോഴും ലെഫ്റ്റിലേക്കാണ് അല്ലേ വെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെസ്റ്റ് എപ്പോഴും ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ എന്താണ്? വെസ്റ്റിലേക്ക് 15 meter ട്രാവൽ ചെയ്തു. അവിടുന്ന് ഓക്കെ, ഫ്രം ഹിയർ ഷീ വോക്സ് 9 meters ടുവേർഡ്സ് നോർത്ത് വെസ്റ്റ്. അവിടുന്ന് വീണ്ടും 9 meter നോർത്ത് വെസ്റ്റിലേക്ക് 9 meter നോർത്ത് വെസ്റ്റ് എപ്പോഴും ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ഈ ഡയറക്ഷനാണ്. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഈ ഡയറക്ഷനാണ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം അതും വീണ്ടും 9 meter ആണ്. അപ്പം ഇതും 9ഉം ഇവിടെ 9 മനസ്സിലാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. ശരി, ഇനി എന്താ പറയുന്നത്? ഫൈനലി ഷീ വോക്സ് 6 meters ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് 6 meter. ഉറപ്പായിട്ട് ഈസ്റ്റ് എങ്ങോട്ടാണ്? ഈസ്റ്റ് എപ്പോഴും ഈ ഡയറക്ഷൻ അല്ലേ? ഇതാണ് വലത്ത് ഭാഗത്താണ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റിലേക്ക് എത്ര മീറ്റർ പോയി? 6 meter. ഈസ്റ്റിലേക്ക് 6 meter പോയി. അങ്ങനെ ചോദ്യം, ഹൗ ഫാർ ഈ സ്റ്റാൻഡിങ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണം. എത്ര ഉണ്ടാകും? ഇപ്പോൾ താഴെ 15 ആണ് അല്ലേ? ഇവിടെ ഓൾറെഡി 6 meter പോയി. ഉറപ്പായിട്ടും 15 - 6 9 meter. 9 meter എന്ന് കിട്ടും. ഓപ്ഷൻ 1 9 meter. സിമ്പിളാണ്. അതിന് സമയം എടുക്കാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. സെറ്റല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഡയഗ്രാം വിച്ച് നമ്പർ ഈസ് ഇൻ ഓൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ്? അല്ലെ, നമ്മുടെ വെൻ ഡയഗ്രാം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. വെൻ ഡയഗ്രാം. ഓക്കെ, സിമ്പിൾ ആണല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം എന്താണ്? വിച്ച് നമ്പർ ഈസ് ഇൻ ഓൾ ദ ജോമെട്രിക്കൽ ഫിഗേഴ്സ്? എല്ലാ ഫിഗറിനകത്തും, അതായത് സർക്കിളിനകത്തും ഈ ട്രയാങ്കിളിനകത്തും ഈ റെക്റ്റാങ്കിളിനകത്തും എല്ലാത്തിലും വരുന്ന നമ്പർ ആരാണ്? അപ്പം 3 വരുന്ന ആളായിരുന്നു നോക്കിയാൽ പോരെ? സിമ്പിളാണ്. 4 മാത്രം. 4 സർക്കിളിനകത്തുണ്ട് അല്ലേ? റെക്റ്റാങ്കിളിനകത്തുണ്ട്, അതുപോലെ നമ്മുടെ ട്രയാങ്കിളിനകത്തുമുണ്ട്. ഓപ്ഷൻ 2 4 ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? സെറ്റല്ലേ? മുന്നോട്ട് പോകാലോ. ശരി, ഓക്കെ. ക്വസ്റ്റ്യൻ പറയുന്നത്, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മാർക്കിന് സ്ഥാനത്ത് വരുന്ന നമ്പർ ആരെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, വീണ്ടും നമ്മുടെ നമ്പർ പസിൽ. ഓക്കെ, ഇപ്പം നമ്പർ പസിലോട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ ഷിഫ്റ്റ് 2 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം നമുക്ക് ഇവിടുത്തെ മിസ്സിംഗ് നമ്പർ ആരെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ബോക്സ് ആണെങ്കിൽ, ബോക്സ് ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ ഒന്നുകിൽ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇവിടെ? അപ്പോൾ നോക്കുമ്പോൾ എന്താണ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും ബോട്ടമിലാണ് അത്യാവശ്യം മറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് അല്ലേ? അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ വെർട്ടിക്കലി ചെയ്താണ് നമുക്ക്. അതായത് ഈ 7ഉം ഈ 6ഉം ഈ 5ഉം വെച്ച് നമുക്ക് 12 എന്ന് കിട്ടണം. ഇവിടെ ഈ 8ഉം 5ഉം ഈ 2ഉം വെച്ച് നമുക്ക് 30 എന്ന് കിട്ടണം. ഓക്കെ, ശരി. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നോക്കുമ്പം ഈ മുകളിലത്തെ നമ്പേഴ്സ് അല്ലെ, ഈ നമ്പേഴ്സ് മുകളിലുള്ള നമ്പേഴ്സൊക്കെ അത്യാവശ്യം ചെറുതാണ്. ഈ സെക്കൻഡ് കോളം എടുത്താൽ നമുക്ക് അവിടെ വലിയ 30 നമ്പർ ഉണ്ട്. അപ്പം ചെറിയ നമ്പേഴ്സ് 30ലേക്ക് പോകണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എന്താണ്? വെറുതെ നമ്പേഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്ത് നമുക്ക് 30 കിട്ടത്തില്ല അല്ലെ? ഈ 8 ഓക്കെ ജസ്റ്റ് എഴുതാം. സെക്കൻഡ് കോളത്തിൽ 8ഉം 5ഉം 2ഉം കൂടെ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്ത് 30 എന്ന് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും മറ്റു മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് മൾട്ടിപ്ലിക്കേഷൻസും ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ തൽക്കാലം മൾട്ടിപ്ലൈ ആവുക അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കറിയാം 8 × 5 8 5 40 അല്ലേ? നമുക്ക് 30 മതി. അതായത് 10 കുറയണം. ദാറ്റ് മീൻസ് ഈ 5 × 2 അടുത്ത രണ്ടാമത്തെ 3 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന സമ്മ് ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ കണ്ടോ 30 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? എന്നാൽ പറയാം, ആദ്യമേ 8 × 5 മൾട്ടിപ്ലൈ ചെയ്തു, ആ കിട്ടിയ സമ്മ് 40 ആണ്. വീണ്ടും എന്താണ് 5 × 2
10 ഉണ്ട്. ആ 10 എന്ത് ചെയ്തു? ആ 40 കുറയ്ക്കുന്നു. ഓക്കെ, നമുക്ക് ഇതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഈ ഫസ്റ്റ് കോളം എടുത്തു കഴിഞ്ഞാൽ ആദ്യം 7 × 6 42. വീണ്ടും എന്താ 6 × 5 30. തമ്മിൽ ഡിഫറൻസ് എടുത്താൽ ഉറപ്പായിട്ടും 12 എന്ന് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? ഈ 8ഉം 7 ആദ്യം 8ഉം 7ഉം ഓക്കെ 8 × 7 7 56. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യണം? 7 × 3 7 3 21 കുറയ്ക്കണം. 21 കുറച്ചാൽ എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 35. 35 ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ 1 35. ഓക്കെ, അപ്പം നമ്പേഴ്സാണ്. ഓക്കെ, അപ്പം നമ്പേഴ്സ് എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ അപ്രോച്ച് ആണല്ലേ, നമ്പറിന് റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്രോച്ചാണ്. ഒരു നമ്പറിനെ എങ്ങനെ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുപോകണം, അതിനെന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ഇഫ് പ്ലസ് ഈക്വൽസ് ഡിവിഷൻ, ഇൻറ്റു ഈക്വൽസ് പ്ലസ്, പിന്നീട് മൈനസ് ഈക്വൽസ് ഇൻറ്റു ആൻഡ് ഡിവിഷൻ ഈക്വൽസ് മൈനസ്, ദെൻ വിച്ച് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് കറക്റ്റ്. ഓക്കെ, നമ്മുടെ ബോർഡ് മാസ് അല്ലെ, ബോർഡ് മാസ് വെച്ചിട്ടുള്ള ചോദ്യമാണ്. ബോർഡ് മാസ് അല്ലേ, അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരി, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 4 ഇക്വേഷനിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ അല്ലേ, ഇവിടെ പ്ലസ് ഈക്വൽസ് ഡിവിഷൻ വെച്ച ആളെ വെച്ച് മാക്സിമം കമ്പയർ ശ്രമിക്കുക. അപ്പം ചിലപ്പോൾ 1-2 ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരും. ഓക്കെ, അപ്പോൾ ഡിവിഷൻ എടുക്കുക. അപ്പോൾ എന്തായാലും ബോർഡ് മാസ് പ്രകാരം ആദ്യം ഡിവിഷൻ ചെയ്യണം. ശരി, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് എവിടെയാണ് ഡിവിഷൻ ഉള്ളത്? ഇവിടുത്തെ പ്ലസ് മാറി ഈ 6 + 3 മാറിയിട്ടുണ്ടാവും, അവിടെ ഡിവിഷൻ കിട്ടും അല്ലേ. 6/3 എന്ന് വരും. അങ്ങനെ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും 6/3 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് അല്ലേ. അത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താ ഈക്വൽ ടു 74 എന്ന് പൂർണ്ണമായിട്ടൊരു വോൾ നമ്പർ കിട്ടും. ഓക്കെ, എന്നാൽ ഓപ്ഷൻ 2 എടുക്കുമെന്ന് നോക്കി. 2 എടുക്കുവാണെങ്കിൽ ഇവിടെ 6 + 7 അല്ലേ, 6/7 എന്ന് ബേസിക്കലി വരും. ഓക്കെ, 6/7 എന്ന് വരും. പിന്നീട് അതിന് മുന്നുള്ള നമ്പർ 36ഉം ശേഷം ആ 2ഉമാണ് അല്ലേ, 2ഉമാണ്. അപ്പം ഇവിടെ ഇനി മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ പോലും ഉറപ്പാണ് എന്താ ഈ 7 നമുക്ക് ഈ 7 കൊണ്ട് ബാക്കി നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പല്ലേ? അയാളെ ഉറപ്പായിട്ടും എന്താണ് 7 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മുകളിൽ ന്യൂമറേറ്റർ ഭാഗത്തില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അവസാനം അത് കഴിഞ്ഞിട്ട് അവസാനം ഈക്വൽ ടു ഇവിടെ 6/7 ആണ്, ഫ്രാക്ഷൻ ആണ്. അങ്ങനെ നമുക്ക് ഡെസിമൽ വാല്യൂ അവിടെ എന്തായാലും വരത്തുള്ളൂ. ഒരു കാരണവശാലും 20 എന്ന് പറയുന്ന ഒരു വോൾ നമ്പർ കിട്ടത്തില്ല. ഉറപ്പല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 2 അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും, ഡയറക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ബാക്കി 3ഉം 4ഉം നോക്കാം. 3ഉം 4ലും എന്താണ്? ഓക്കെ, ഇവിടെ 6/3 ആണ്, അത് 6/3 പൂർണ്ണ ഡിവിസിബിൾ ആണ്. ഓപ്ഷൻ 3ക്ക് സാധ്യതയുണ്ട്. ഓപ്ഷൻ 4ഉം ഓക്കെ 36/6 എന്ന് വരും, അവിടെയും പൂർണ്ണമായിട്ടും എന്താണ് ഡിവൈഡ് പോസിബിൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഓപ്ഷൻ 2 മാത്രം ആൾക്കാർ ഇവിടെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ബാക്കി ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചില ക്വസ്റ്റൻ എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ 2ഓ 3ഓ വരെ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റിയെന്ന് വരും. ഓക്കെ, ഈ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ വരുന്ന കേസും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഡയറക്റ്റ് തന്നെ ഓപ്ഷൻ വെച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ബാക്കി ചെയ്ത് നോക്കുക. ശരി, ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ മാറും? 36. ഓക്കെ, മൈനസിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? ഇൻറ്റു. ഓക്കെ, ഇൻറ്റു 6 പ്ലസിന് പകരം ഡിവിഷൻ /3. ഓക്കെ, വീണ്ടും ഇൻറ്റുവിന് പകരം പ്ലസ് ആണ് +5. ഓക്കെ, പിന്നെ ഡിവിഷൻ വരെ മൈനസ് അല്ലെ, മൈനസ് ആണ്, ഡിവിഷൻ വരെ മൈനസ് ആണ്, -3 എന്ന് വരും അല്ലേ. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്താ 2 വെട്ടിപ്പോലും 2 ആണ്. ഇപ്പോൾ 36 × 2 72, 72 + 5 എത്ര? 77 -3 ഉറപ്പായിട്ടുണ്ട് 74 എന്ന് കിട്ടുന്നുണ്ട്. കൺഫേം ആണ്, ഓപ്ഷൻ 1 തന്നെയാണ് റൈറ്റ് ആൻസർ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 അല്ലെ, ഓപ്ഷൻ 1 ആയതുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചിലപ്പം എന്താ 3ഓ 4 ഒക്കെ ഉത്തരമായിട്ട് വരാൻ പറ്റും. അപ്പം 3ഓ 4ഓ ആണ് നമുക്ക് എന്ത് ചെയ്തു ഡയറക്റ്റ് ഓപ്ഷൻ 2 ഡയറക്റ്റ് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് അത്രയും സമയം അവിടെ ലാഭം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വെച്ച് കമ്പയർ ആണെങ്കിൽ ഈ ചെയ്ത് നമുക്ക് കുറച്ച് സമയം നഷ്ടമാണെങ്കിൽ പോലും നോർമൽ അങ്ങനെ തന്നെ ചെയ്യാൻ ശീലിക്കുക. കാര്യം നമുക്ക് ചിലപ്പം 2ഓ 3ഓ ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഒഴിവാക്കി, ഇനി ഓപ്ഷൻ 1 ഉത്തരം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 2 ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഓപ്ഷൻ 3ലേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലാവാറായിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ 1 കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. കാര്യം ചോദ്യം വിച്ച് ദ ഫോളോയിങ് ഇക്വേഷൻ കറക്റ്റ് എന്നാണ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ പൂർണ്ണ വായിച്ച് നോക്കണം. ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, നോട്ട് കറക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ടും വായിച്ച് ഉറപ്പ് വരുത്തിയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ റീപ്ലേസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ് അല്ലേ. വീണ്ടും നമ്മുടെ നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ സീരീസ് അല്ലേ. അപ്പോൾ നോക്കുക, സീരീസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടുത്തെ രണ്ടാമത്തെ ടേം ആരെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യൻ മാർക്ക് 30 105 472.5 സീരീസ്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇതൊരു കൂടി പോകുന്നല്ലേ, ഇൻക്രീസിങ് സീരീസ് ആണല്ലേ, ഇൻക്രീസ് സീരീസ് ആണ്.
ശരി, അതുപോലെ പിന്നെ മനസ്സിലാക്കേണ്ട എന്താണ്, ഇവിടെ ഇൻക്രീസ് സീരീസ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ഡിഫറൻസ് അല്ലേ, നമുക്ക് വെറുതെ ഒരു സെയിം അല്ലെങ്കിൽ ഒരേ പാരന്റ് നമ്പേഴ്സ് നമുക്ക് അഡീഷൻ ആയിട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും, ഡിഫറൻസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ്റെ പാറ്റേൺ ആകാം അല്ലേ. ഇപ്പോൾ ഇവിടെ വെറുതെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മതിയോ അതോ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഉറപ്പിക്കണം അല്ലേ. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, ഇവിടെ എന്താണ് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സീരീസ് ഒക്കെ അറിയാൻ പറ്റും. ദേ 8 കഴിഞ്ഞിട്ട് പിന്നെ 30 പിന്നെ 130 105 വലിയ നമ്പറാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിലും വലിയ നമ്പറാണ് ആര്, 472.5 അല്ലേ. അപ്പം 105 കഴിഞ്ഞിട്ട് 472 കുറച്ച് വലിയ നമ്പറിലേക്ക് പോകുന്നുണ്ട്, അതും വിത്ത് ഡെസിമൽ അല്ല, ഡെസിമൽ 0.5 ഡെസിമൽ ഉണ്ട്. അപ്പം ഉറപ്പിക്കാൻ പറ്റും ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെ സീരീസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് 8നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 30 105 ബന്ധം അല്ല, 30നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 105 ആക്കുന്ന എങ്ങനെ ആക്കാൻ പറ്റും ചെക്ക് ചെയ്യാൻ നോക്കണം അല്ലേ. എന്ത് ചെയ്യാം, ഓക്കെ 30നെ 105 ആക്കാൻ 30 നൽകാലം 3 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അപ്പം 90 അത് ഇനി 15ൻ്റെ കുറവുണ്ട് അല്ലേ, 15ൻ്റെ കുറവുണ്ട്. അതായത് അതിൻ്റെ കൂടെ 30ൻ്റെ ഓക്കെ പകുതിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 1/2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 90 + 15 105 കിട്ടില്ലേ. എഫക്റ്റീവ്ലി എന്താ ചെയ്തേക്കുന്നത്, 30 × 3.5 ആണ് 105 എന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത 105നെ ഈ 105നെ നമുക്ക് എന്താക്കണം, 472.5 ആകണം. അപ്പം 105നെ 472 ആക്കണമെങ്കിൽ ഇപ്പം 105 കഴിഞ്ഞിട്ട് 400ലേക്ക് പോകുന്നുണ്ടല്ലേ, മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആദ്യം 3 കൊണ്ട് ഗുണിച്ചു അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ 105നെ 4 കൊണ്ട് ഗുണിക്കേണ്ടി വരും ബേസിക്കലി അല്ലേ. 4 കൊണ്ട് ഗുണിക്കേണ്ടി, ഒന്നെങ്കിൽ സെയിം നമ്പറിനെ മൾട്ടിപ്ലൈ പോകണം, അല്ലെങ്കിൽ നമ്പേഴ്സിന് ഒരേപോലെ ഇങ്ങനെ കൂടി പോകും അല്ലേ. അപ്പോൾ 3 കഴിഞ്ഞിട്ട് നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 105 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 105 × 4 എന്ന് പറഞ്ഞാൽ 420 അല്ലേ. 100 × 4 400, 5 4 20, 420 ആയി. ഓക്കെ, പിന്നീട് എത്ര കുറവുണ്ട്, പിന്നീട് 52.5ൻ്റെ കുറവുണ്ട്. ആക്ച്വലി ആരാ, 105ൻ്റെ പകുതിയല്ലേ, 105ൻ്റെ പകുതിയാണ് ഈ പറയുന്ന ആര് 52.5. അപ്പം എഫക്റ്റീവ് എന്ത് ചെയ്തിട്ടുണ്ടാകും, 4.5 ഇവിടെ 4.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് 105 × 4 420 ആണ്, 105 × അര 52.5 ആണ്, കൂട്ടുമ്പോൾ 472.5 കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ 30 × 3.5 ചെയ്തു, ഇവിടെ 4.5 ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഏതോ ഒരു നമ്പറിനെ എത്രയാണ് 2.5 ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 30 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്തായിരിക്കണം, അങ്ങനെയെങ്കിൽ ഇവിടെ 8നെ 1.5 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 8 × 1 8, 8 × അര 8 × അര എന്ന് വെച്ചാൽ 8ൻ്റെ പകുതി 4 കൂട്ടും 12 കിട്ടും. 12 ആണ് ഇവിടെ കിട്ടേണ്ടത്, 12 എന്ന് കിട്ടണം. കൺഫേം ചെയ്യാം, 12 × 2.5 ആണോ ഈ 30 എന്ന് പറയുന്നത്, 12 × 2 12ന് ഇരട്ടി 24 ആണ്. പിന്നീട് 12 × അര 12ൻ്റെ പകുതി 6, 24 + 6 തന്നെയാണ് 30 എന്ന് കിട്ടുന്നത്. അപ്പോൾ കൺഫേം ആണ് എന്താണ് 12, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ അല്ലേ. അതായത് ആദ്യമേ 8നെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നീട് അത് 12 എന്ന് കിട്ടി, 12നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 30നെ അല്ലേ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അടുത്തത് 105നെ 4.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സീരീസ്. ഓക്കെ, അപ്പം സീരീസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നമ്പറിനെ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അപ്രോച്ചാണ്, ബേസിക് നമ്പർ സീരീസ് നമ്മുടെ അപ്രോച്ചാണ്. ഓക്കെ, കുറച്ച് കാലം ഉറപ്പായിട്ടും സൈഡിൽ പഠിച്ചു വയ്ക്കണം, സ്ക്വയറും ക്യൂബും ടേബിളൊക്കെ അത്യാവശ്യം പഠിച്ചു വയ്ക്കണം. പിന്നീട് ഒരു നമ്പറിനെ അടുത്ത നമ്പറിലേക്ക് കൊണ്ടുപോകുന്ന രീതി മനസ്സിലാക്കുക. അതായത് ഇവിടെ 30നെ 105 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, 30നെ 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, പിന്നെ 30നെ അര കൊണ്ട് ഗുണിച്ചു 105 ആയി. അവിടെ 105 കഴിഞ്ഞിട്ട് നമുക്ക് 472ലേക്ക് പോകണം. അപ്പോൾ ഉറപ്പായിട്ടും 105ൻ്റെ 4 ഇരട്ടി അല്ലെ 4 ഇരട്ടിയെക്കാട്ടിയും കൂടുതലുണ്ട്. അപ്പം അത് 4 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, 105 4 കൊണ്ട് ഗുണിച്ചാൽ 420 ആണ്. പിന്നെ വ്യത്യാസം ബാക്കിയുള്ളത് 52.5 ആണ്, അത് ആക്ച്വലി 105ൻ്റെ പകുതിയാണ്. അപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റും 4.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ സീരീസ് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടാനുള്ള നമ്പറിനെ 2.5 കൊണ്ട് ഗുണിക്കുമ്പോഴായിരിക്കും 30 കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 8നെ 1.5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇവിടുത്തെ ആൻസറായ 12 കിട്ടുന്നത്. അത് കൺഫേം ചെയ്തു, 12 2.5 ആണ് 30. കണ്ടോ, സെറ്റാണ്, ക്ലിയർ അല്ലേ. മുന്നോട്ട് പോകാം, അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് 15 × 17 = 84, 92 × 23 = 57, 37 × 44 = 84, then 54 × 32 അല്ലേ, 54 ×
32 ആരാന്ന് കണ്ടുപിടിക്കണം. ശരി, അപ്പം ഈ 15ഉം 17ഉം ഡയറക്റ്റ് മൾട്ടിപ്ലൈ ഒരിക്കലും 84 ആകില്ല. കാരണം 15ന്റെ സ്ക്വയർ തന്നെ 225 ആണ്. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നമ്പേഴ്സ് എന്തോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തായിരിക്കും അതിലേക്ക് എത്തിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ ഈ 15 ഇൻറ്റു 17 എങ്ങനെ നമുക്ക് 84 ആക്കാൻ പറ്റും? അപ്പം നോക്കുക, ഇതിനകത്ത് നമ്പേഴ്സ് അല്ലേ, ഇതിനകത്തുള്ള ഡിജിറ്റ്സ് ആരൊക്കെയാണ്? 8ഉം 4ഉം ആണ്, 84 ആണല്ലേ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ആദ്യത്തെ 8 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ 1 + 7 അല്ലേ. ഈ ഡിജിറ്റ് സം എടുത്താൽ നമുക്ക് 8 എന്ന് കിട്ടും. രണ്ടാമത്തെ ആളുടെ ഡിജിറ്റ് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് നമ്പർ 4 കിട്ടണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ 5, 3 അല്ലെ 1ഉം 5ഉം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് ഇവർ തമ്മിലുള്ള ഡിജിറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ് 5 - 1 ആണ് രണ്ടാമത്തെ 4 എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത കേസ് ചെക്ക് ചെയ്ത് നോക്കാം. 92 × 23 അല്ലേ. ഓക്കെ, 2 + 3 ഫസ്റ്റ് കേസ് 2 + 3 ആണ് ആദ്യത്തെ 5. രണ്ടാമത്തെ കേസിൽ 9 - 2 ആണ് 7, 57 സെറ്റാണ്. ഇതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ നമ്പർ 44 ഡിജിറ്റ് സം 4 + 4 8. ഇവിടെ 7 - 3 ആണ് 4. കണ്ടോ? സെറ്റ്. അപ്പോൾ ആൻസർ എന്ത് വരും? 54 × 32 എന്ന് പറഞ്ഞാൽ 3 + 2 ആദ്യം 5 കിട്ടും. പിന്നീട് എന്താ ഇവിടെ നമ്മൾ ഡിഫറൻസ് അല്ലേ, 5 - 4 ചെയ്യണം, അത് 1. 51 ഓപ്ഷൻ അതുണ്ടല്ലോ, ഓപ്ഷൻ 4 51. എളുപ്പമാണല്ലേ. അപ്പം ഇതെന്താണ്? നമ്പർ പസിൽസ് ചോദ്യമാണ്. അപ്പം എന്ത് ചെയ്യുക? മിസ്സിംഗ് നമ്പർ പസിൽ മിസ്സിംഗ് നമ്പർ കണ്ടെത്തണം. ഓക്കെ, അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും മാത്ത് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. സെറ്റല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കോഡിങ് ആൻഡ് ഡീകോഡിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം അല്ലേ. എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ഈസ് റിട്ടൺ ആസ് 83145186. ഓക്കെ, ഹാപ്പൻ is written as 145161618. Then what is the code for German? ഇതാണ് വേണ്ടത് അല്ലേ. അപ്പം ഈ വാക്ക്, ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉള്ള ഈ വാക്കിൻ്റെ കോഡ് നമ്പേഴ്സ് ആണ് അല്ലേ, നമ്പേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ നമ്പർ അല്ലേ, അപ്പോൾ ഈ ഫ്രഞ്ച് എന്ന വാക്കിൻ്റെ കോഡ് 83145186 അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണം അല്ലേ, കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്യുക? നമ്പർ ആയത് നമുക്ക് മനസ്സിലാൻ പറ്റും. നമ്പർ ലെറ്റേഴ്സിലെ കറസ്പോണ്ട് നമ്പേഴ്സ് ചെക്ക് ചെയ്യുക, നമ്പേഴ്സ് ഇട്ട് നോക്കണം. ഓക്കെ, ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ, ഫ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എഫ് ആക്ച്വലി 6ാമത്തെ ലെറ്ററാണ് അല്ലേ. 6 18ാമത്തെ ആളാണ്. E 5, N 14, C 3, 8 5 അല്ലേ, H 8 ആണ്. ഓക്കെ, ഇപ്പോൾ കറസ്പോണ്ട് നമ്പേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. F 6, 6 18, E 5, N 14, C 3, H 8 ആണ്. ഓക്കെ, ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. ഞാൻ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇവിടെ നമ്പേഴ്സ് ആവശ്യമാണ്. നമ്പേഴ്സ് എന്തായാലും എഴുതി നോക്കേണ്ടി വരുമായിരിക്കും. വീണ്ടും വെറുതെ ഫ്രഞ്ച് എന്ന് എഴുതി സമയം കളയരുത് കേട്ടോ. എത്ര പേന ഒഴിവാക്കാത്ത സമയം ലാഭം കിട്ടും. ഓക്കെ, ശരി. അപ്പം ഇതാണ് കറസ്പോണ്ടിങ് നമ്പേഴ്സ്. പക്ഷെ കോഡ് എന്താണ്? കോഡ് 83145186 അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആൾക്കാരെ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡർ എഴുതിയേക്കുവാണ് അല്ലേ. ആദ്യം 8 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 14, പിന്നെ 5 കണ്ടോ, 18 6. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുകൊണ്ട് നെക്സ്റ്റ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഹാപ്പൻ കണ്ടോ, ഹാപ്പൻ അല്ലേ. അപ്പം ആദ്യമേ എന്നിൻ്റെ കറസ്പോണ്ട് നമ്പർ 14 ആണ്. അടുത്ത ഇയുടെ കറസ്പോണ്ട് നമ്പർ കണ്ടോ 5 ആണ്. പിയുടേത് 16 ആണ്. വീണ്ടും 2 പി ഉണ്ട്, അതും 16 ആണ്. എ 1 ആണ്. എച്ച് വീണ്ടും 8 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ കറസ്പോണ്ട് നമ്പേഴ്സ് ഉറപ്പായിട്ടും കാണാൻ പഠിച്ചു വയ്ക്കുക. സമയം ലാഭിക്കാൻ സാധിക്കും. അപ്പം ചോദ്യം എന്താണ്? നമുക്ക് ജർമ്മൻ എന്ന വാക്കിൻ്റെ കോഡ് വേണം അല്ലേ. അപ്പം ആദ്യമേ ഈ എന്നിൻ്റെ കറസ്പോണ്ട് നമ്പർ എടുക്കണം. 14 വേണം അല്ലേ. 14 ആണ് ആദ്യത്തെ ആൾ. ഇവിടെ ഓപ്ഷൻ 3ഉം 4 അതുകൊണ്ട് ഒറ്റയടി ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് എ ഉറപ്പായിട്ട് 1 തന്നെയാണ്. അടുത്ത എം 13 ആണ്. 13 വരുന്നത് ഓപ്ഷൻ 2-ലല്ല, ഓപ്ഷൻ 1-ലാണ്. അപ്പോൾ ബാക്കി ഏത് സമയങ്ങളുടെ കാര്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കി ജസ്റ്റ് നോക്കാം. അടുത്ത 6 18 വരുന്നുണ്ട്. ഈ 5 വരുന്നുണ്ട്. അടുത്ത G 7 അത് തന്നെയല്ലേ ഓപ്ഷൻ 1 എന്ന് പറയുന്നത്. സെറ്റാണ്. അപ്പം കറസ്പോണ്ട് നമ്പേഴ്സ് ഉറപ്പായിട്ടും കാണാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 numbers have been given, out of which 3 are alike in some manner and 1 is different. Select the number that is different from the rest. ഓക്കെ, നമ്മുടെ ഓഡ് മാൻ ഔട്ട് അല്ലേ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനോട് ബന്ധപ്പെടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ 4 നമ്പേഴ്സ് ഉണ്ട്. ഓപ്ഷൻ 1 50, ഓപ്ഷൻ 2 82, ഓപ്ഷൻ 3 59, ഓപ്ഷൻ 4
170. അപ്പം ഇവർ തമ്മിൽ 3 പേർക്ക് നമ്പേഴ്സാണ്, ഓഡ് മാനൗട്ടാണ്. അപ്പം ഉറപ്പായിട്ടും 4 നമ്പേഴ്സിൽ 3 പേർക്ക് ഒരേപോലത്തെ പാറ്റേൺ വേണം, ഒരാളാരെങ്കിലും വ്യത്യാസമായിരിക്കും അല്ലേ, അയാളെ കണ്ടെത്തണം. അപ്പം എങ്ങനെയാണ് ഇവിടെ റിലേഷൻ മനസ്സിലാക്കുക? നമ്പേഴ്സ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐഡിയ ഉള്ളിൽ നിന്ന് വരണം അല്ലേ. അപ്പോൾ എന്താണ് 50, 82, 59, 170 അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും 50 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 സ്ക്വയർ പ്ലസ് 1 എഴുതാലോ, 49 പ്ലസ് 1 50 ആണ്. 82 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ പ്ലസ് 1 എഴുതാം, 81 പ്ലസ് 1 82 അല്ലേ. ഓപ്ഷൻ 4 170 എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ 169 പ്ലസ് 1 ആണ് 170. പക്ഷേ ഇവിടെ 59 ആ രീതിയിൽ എഴുതാൻ സാധിക്കില്ല, അത് കാരണം ഒറ്റനാരാണ്, ഓപ്ഷൻ 3 ആണ്. എളുപ്പമല്ലേ. അപ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെ സ്ക്വയറിൽ പഠിക്കണം, ക്യൂബിൽ പഠിക്കണം. അതുപോലെ സ്ക്വയറുകളുടെയും ക്യൂബുകളുടെയും അടുത്തുള്ള നമ്പേഴ്സ് കണ്ടാൽ പെട്ടെന്ന് ഉള്ളിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ ഒരു റിലേഷൻ മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക് കേട്ടോ. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. Among the following words, which one will come in the middle if they are arranged as per their order in English dictionary? ഓക്കെ, എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രകാരം ഈ തന്നിരിക്കുന്ന 5 വാക്കുകളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിഡിൽ നടുക്ക് വരുന്ന ടേം ആരാന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഓർഡർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രകാരം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ വരുന്ന ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സിൽ അല്ലേ, ലോജിക്കൽ ഓർഡർ എന്ന ടോപ്പിക്കാണ് അല്ലെ, അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരി, അപ്പം 5 വാക്കുകളാണ്, എല്ലാം ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഡി കഴിഞ്ഞാൽ ഡിക്ഷണറി പ്രകാരം ആദ്യം വരേണ്ട ആരാ? എ അല്ലെ, എയിലെ വരേണ്ടത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ആൾ ഒന്നെങ്കിൽ ഡാൻസ് വരാം അല്ലേ, അല്ലെങ്കിൽ ഡെയർ വരാം. ശരി, അപ്പോൾ ഇവിടെ ആദ്യം ഇനി ആരാ വരേണ്ടത്? ഇപ്പം ഡി എ കഴിഞ്ഞു അല്ലേ, അടുത്ത ആരായിരിക്കും? ഉറപ്പായിട്ടും എൻ കഴിഞ്ഞിട്ടേ 6 വരും അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് ടൈം ആരാ? ഡാൻസ്, ഫസ്റ്റ് ഡാൻസ് ആണ് അല്ലേ. പിന്നീട് ഡെയർ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തന്നെ ആരാ വരിക? പിന്നീട് എന്തായാലും എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എയിലുള്ള വേറെ ആരും വരുന്നില്ല. പിന്നെ ഇയിലാണല്ലേ, ഇയിൽ ഡിഗ്രി ഉണ്ട്, ഡിയർ ഉണ്ട്, ഡെവലപ്മെന്റ് ഉണ്ട്. ഉറപ്പായിട്ടും ഈ കഴിഞ്ഞിട്ടല്ലേ, ഡി ഇ കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത് വരേണ്ട ആളാരായിരിക്കും? ഡിയർ അല്ലേ. കാര്യം ഇ കഴിഞ്ഞിട്ട് എ ആണ് അടുത്ത ലെറ്റർ. ഉറപ്പായിട്ടും മൂന്നാമത് വരേണ്ടത് ആരാ? ഡിയർ ആണ്. ബാക്കി 2 നോക്കേണ്ട കാര്യം വരുന്നുണ്ടോ? ഒട്ടുമില്ല. ഓക്കെ, അത് കാരണം ഉറപ്പിച്ച് പറയാൻ പറ്റും ഓപ്ഷൻ 1 ഡിയർ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റാണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് the given options that can replace the question mark in the following series. ഓക്കെ, ഇതും എന്താ നമ്മുടെ നമ്പർ സീരീസ്. ഓക്കെ, നമ്പർ സീരീസോടെ വീണ്ടും ചോദ്യം കണ്ടോ, ഈ ഷിഫ്റ്റിൽ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സീരീസ് അല്ലേ. അപ്പോൾ നോക്കി, ആദ്യമേ 70 അല്ലേ, പിന്നീട് 72, 78, 80, ക്വസ്റ്റ്യൻ മാർക്ക് 88, 94. അപ്പോൾ സീരീസ് തമ്മിൽ ഓരോ നമ്പേഴ്സും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ എന്നാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചിന്തിക്കുക വേണ്ട, വേറെ ഡിഫറൻസ് എടുത്താൽ മതിയാകും അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ആദ്യം എന്താ, 70ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 72 ആയി. പിന്നെ 72ൻ്റെ കൂടെ 6 കൂട്ടിയപ്പോൾ 78 ആയി. വീണ്ടും 2 കൂട്ടൽ 80, അടുത്ത് എന്താ ചെയ്യണം? ഉറപ്പായിട്ടും അടുത്ത് 6 വീണ്ടും ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 86 എന്ന് കിട്ടും. വീണ്ടും കണ്ടോ, 86 പ്ലസ് 2 ആണ് 88, 88 പ്ലസ് 6 94. സിമ്പിൾ ചോദ്യമായിരുന്നു. ഓപ്ഷൻ 3 86 എന്ന് കിട്ടി. സെറ്റാണ്. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the 4 letter clusters given below, 3 are alike in some manner and 1 is different. Select the odd one അല്ലേ. വീണ്ടും നമ്മുടെ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസിൽ 3 ലെറ്റേഴ്സ് വീതമുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ റിലേഷൻ മനസ്സിലാക്കുന്നത് ഇവരുടെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യണം അല്ലേ. അപ്പം ഇവരെ വർഷയിലേക്ക് പോകുമ്പോൾ നമ്മൾ റഫിലോട്ട് എഴുതുമ്പം ഒരു കാരണവശാലും വീണ്ടും സിന്നോ ജിന്നോ ഐന്നോ സമയം കളയരുത്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവരെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് മാത്രം എഴുതുക. സി 3ാമത്തെ ആള്, ജി 7ാമത്തെ ആള്, ഐ 9 ആണ്. ഓക്കെ, അതിന് ഓപ്ഷൻ 2 എടുത്ത് ഈ 5 ആണ്, ഐ 9, കെ 11 അല്ലേ. ഇപ്പോൾ റിലേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. 3 + 4 7, 7 + 2 9. ഇവിടെ 5 + 4 9, 9 + 2 11. ഓക്കെ, അടുത്തത് A1, E5, G7. അവിടെയും ഇതുപോലെ +4 +2 തന്നെ. ഇപ്പോൾ കൺഫേം ആയിരിക്കും ഓപ്ഷൻ 4 തന്നെയായിരിക്കും റൈറ്റ് ആൻസർ അല്ലേ. F6, H8, J10 അവർ തമ്മിൽ വ്യത്യാസം +2 ആണ്. കുഴപ്പമില്ല. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ ഒറ്റയാൻ. ക്ലിയർ അല്ലേ. ആദ്യം പറഞ്ഞാൽ ലെറ്റേഴ്സ് നമ്പേഴ്സ് കറസ്പോണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാതെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ മനസ്സിൽ തന്നെ ആലോചിച്ച് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് letter cluster in the same way as the second letter cluster is related to the first letter cluster. ഓക്കെ, എന്താ നമ്മുടെ അനലോഗി, വീണ്ടും അനലോഗി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്.
അതും ലെറ്റേഴ്സോട് ബന്ധപ്പെട്ട അനലോഗി ചോദ്യമാണ് അല്ലേ. അപ്പോൾ നോക്കുക, ആദ്യത്തെ 2 ടേം എങ്ങനെ റിലേഷൻ ഉണ്ടോ, രണ്ട് സെറ്റും റിലേഷൻ ഉണ്ടോ, അതുപോലെ തേർഡും ഫോർത്തും റിലേഷൻ കിട്ടണം അല്ലേ. അങ്ങനെയെങ്കിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇവിടെ ലെറ്റേഴ്സ് എഴുതി സമയം കളയരുത്, അവരെ ആവശ്യമുള്ള കറസ്പോണ്ട് നമ്പേഴ്സ് എഴുതിയാൽ മാത്രം മതിയോ അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആൾ എം അല്ലേ, എം 13 ഇവിടെ എച്ച് 8. അപ്പം 13ൻ്റെ കൂടെ 5 പറഞ്ഞപ്പോൾ 8 ആയിട്ടുണ്ട് അല്ലേ, 5 കുറഞ്ഞു. അടുത്തിവിടെ N 14, സെക്കൻഡ് ലെറ്റർ N 14, I 9, അവിടെയും 5 കുറയുന്നത്. T20 O 15, അവിടെ 5 കുറയുന്നു. K11 FR അല്ലേ, അവിടെ 5 കുറയുന്നു. ജസ്റ്റ് ഒന്നുകൂടെ എഴുതാം. ഓക്കെ, MNTK. ഓക്കെ, M 13 കറസ്പോണ്ടിങ് ഈസ് ടു HIOF H 8 കണ്ടോ, 13 - 5 8. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലെറ്റർ സീരീസും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, അധികം 3 4 ലെറ്റേഴ്സുള്ള ഓരോ സെറ്റാണ്. അപ്പോൾ എപ്പോഴും അവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ്, മെയിൻലി അവരുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും അവിടെ പാറ്റേൺ ഫോം ചെയ്ത് പോകുന്നത്. വീണ്ടും സെക്കൻഡ് പാറ്റേൺ ഫോം ചെയ്യും, തേർഡ് പാറ്റേൺ ഫോം ചെയ്യും, ഫോർത്ത് മെയിൻലി മിക്ക ക്വസ്റ്റ്യൻസ് ഒരു 90% ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ മിക്കവാറും ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ശരി, അപ്പം എന്താണ് 13 5 പറഞ്ഞപ്പോൾ 8 വീണ്ടും 14 5 കുറയുമ്പോൾ തന്നെയാണ് I 9 കണ്ടോ, അവിടെയും -5 T20 O 15, അവിടെയും -5 തന്നെയാണ്. K11 FR, അവിടെയും -5 തന്നെ. എല്ലായിടത്തും -5 ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇനി എന്താണ്, ഇനി ഒരു വർഷം വീണ്ടും എഴുതി സമയം കണ്ട കാര്യമില്ല. കാര്യം 6 എന്ന് പറഞ്ഞ് 18ാം ലെറ്ററാണ്, -5 13 13 ലെറ്റർ M ആണല്ലോ, 13 ലെറ്റർ M ആണ്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 2 ഒഴിവാക്കാം, 4 ഒഴിവാക്കാം. കാര്യം എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, പിന്നീട് നോക്കുമ്പം 1ലും 3ലും സെക്കൻഡ് ലെറ്റർ രണ്ടിടത്ത് സെയിം ആണ്. അതുകൊണ്ട് അത് നോക്കി സമയം കണ്ട കാര്യമുണ്ടോ, അങ്ങനെ നോക്കിയാൽ വെറുതെ എന്തായാലും P കിട്ടാൻ പോകുന്ന ഉറപ്പാണ്, P മാത്രമേ കിട്ടുള്ളൂ, ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ രണ്ടിടത്തും തേർഡ് ലെറ്റർ വ്യത്യാസമാണ്, അയാളെ മാത്രം നോക്കിയാൽ മതിയാകും അല്ലേ. അപ്പോൾ ഇതിനകത്ത് തേർഡ് ലെറ്റർ ആരാ, N 14 N 14 14 -5 14 -5 9 എന്ന് കിട്ടണം. 9 ലെറ്റർ I ആണ്. I വരുന്ന ഓപ്ഷൻ ആരാ, ഓപ്ഷൻ 1. I വരുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 1 ഡയറക്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാക്സിമം നിങ്ങൾ അനാവശ്യ എഴുത്തൊഴിവാക്കി മാക്സിമം മനസ്സിലോട്ട് ചെയ്യാൻ ശീലിക്കുക. ഓക്കെ, കോഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ആ ഒരു എങ്ങനെയാണ് അവിടെ അറേഞ്ച് ചെയ്ത കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസ് വെച്ച് ഓപ്ഷൻസ് വെച്ചാണ് ആൻസറിലേക്ക് പോകാനായിട്ട് വെറുതെ ഫുൾ എഴുതി സമയം കളയരുത്. സെറ്റല്ലേ, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the given statements and conclusion carefully. Assume that the information given in the statement is true even if it appears to be at variance from commonly known facts. Decide which of the given conclusion logically follows from the statement. Okay, നമ്മുടെ സിലോജിസം ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഓക്കെ അല്ലേ, സിലോജിസം. ഓക്കെ, അപ്പം നമ്മൾ അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ വെണ്ടകനെ കറക്റ്റായിട്ട് വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓൾ DRI, എല്ലാ ഡിയും എ ആണ്. അപ്പോൾ ഡിയിലുള്ള ആളുകളെല്ലാം എയിലുണ്ടാകണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ വെണ്ടകരം. ഇനി നോ എ സി, ഒരു എയും സി അല്ല, ഒരു എയും സി അല്ല, സിയിലുള്ള ഒരാളുകളും സിയിലില്ല, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പം ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ വെണ്ടകരം. ക്ലിയർ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാലോ. നോ ഡി സി, ഒരു ഡിയും സി അല്ല. ഉറപ്പായിട്ട് ഫസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുമോ? അത് ഫോളോ ചെയ്യും. കാര്യം എന്താ, ഒരു എയും സി അല്ല, അതുകൊണ്ട് തന്നെ അതിൽ കിടക്കുന്ന ഒരു ഡിയും അതുകൊണ്ട് സി ആകത്തില്ല, കൺഫേം ആണ്. ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും. ക്ലിയർ അല്ലേ? സെക്കൻഡ് വൺ, സം സി ആർ ഡി, കുറച്ച് സി ഡി ആണോ? ഒരിക്കലുള്ള കാര്യം. ഈ സിയും ഡി തമ്മിൽ എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. അത് കാരണം കൺഫേം ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ തെറ്റാണ്. എന്ത് പറയാം? ഓക്കെ, ഓപ്ഷൻ 1 കൺക്ലൂഷൻ 1 ഫോളോസ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കറക്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി എന്തായാലും ഇവിടെ ഐദർ വരത്തില്ല. കാര്യം എന്താ, ഇവിടുത്തെ ഐദർ കണ്ടീഷൻ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 2 കൺക്ലൂഷൻസ് നിർബന്ധത്തിന് ഫോൾസ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ എ സർട്ടൻ കോഡ് P is scored as 17, TMR is scored as 54, then how will Naresh be written in that code? ഓക്കെ, അവൻ പറഞ്ഞത് P എന്ന ആൾക്ക് പകരം 17 ആണ് അല്ലേ. ബേസിക്കലി P 16 ആണ്. അവിടെ എങ്ങനെ 17 ആക്കിയിട്ടുണ്ടാകും? +1 ചെയ്ത് 17 ആക്കിയിട്ടുണ്ടാകും. തൽക്കാലം അവിടെ നിൽക്കട്ടെ, ബാക്കി നോക്കാം. TMR, ഓക്കെ, TMR, ഓക്കെ, T നമുക്കറിയാം 20 ആണ്, M 13, R 18. ഓക്കെ, ഇവർക്ക് പകരമാണ് 54 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 20 + 13 എന്ത് കിട്ടി? 33. 33 + 18 എത്ര വരും നമുക്ക്? 33 2 കൂട്ടിക്കഴിഞ്ഞാൽ
20 കൂട്ടിയാൽ 53 അപ്പം 18 കൂട്ടിയാൽ നമുക്ക് 51 കിട്ടും. അയാൾക്ക് പകരം 54 എന്ന് കിടക്കുന്നു. അതിനർത്ഥം 3 ആഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് നരേഷ് എന്ന വാക്കിൻ്റെ കോഡ് വേണം അല്ലേ? നരേഷ് എന്ന വാക്കിൻ്റെ കോഡ് വേണം. ഓക്കെ, ശരി. വീണ്ടും ഉറപ്പിക്കുകയാണ്, നിങ്ങൾ വെറുതെ ലെറ്റേഴ്സ് ഇങ്ങനെ സമയം കളയരുത്, ആവശ്യമുള്ള നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ പിക്ക് പകരം 17 അവിടെ പി ആക്ച്വലി 16 1 കൂട്ടി 17 ആക്കി. എന്നാൽ TMRന്റെ കറസ്പോണ്ട് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്യുമ്പം 51 കിട്ടുന്നത്. പക്ഷേ 54 കോഡ് എടുത്തിരിക്കുന്നത്. അതിനർത്ഥം അവിടെ 3 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 ആഡ് ചെയ്തേക്കുന്നത്? ഇവിടെ എന്തുകൊണ്ടാണ് 1 ആഡ് ചെയ്തേക്കുന്നത്? ഇവിടെ ഈ പി എന്ന് പറഞ്ഞ ഒരു ലെറ്ററിനകത്ത് ആകെ ഒറ്റ ലെറ്ററേ ഉള്ളതുകൊണ്ട് 1 ആഡ് ചെയ്തു. എന്നാൽ TMRനകത്ത് 3 പേരുണ്ട്, അതുകൊണ്ടാണ് അവിടെ 3 ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ റിലേഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ നരേഷ് ആകുമ്പോൾ ഇതിൻ്റെ കറസ്പോണ്ട് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്തിട്ട് നരേഷ് എന്ന വാക്കിനകത്ത് 6 പേരുണ്ട്, അപ്പം എക്സ്ട്രാ 6 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. N14, A1, 6 18, E5, S19, H8. ഓക്കെ, കറസ്പോണ്ട് നമ്പേഴ്സ് ഉറപ്പായിട്ട് കാണാൻ പഠിച്ചിരിക്കണം, ഫാസ്റ്റ് എഴുതണം. ശരി, അപ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 14 + 1 15, 15 + 5. ഓക്കെ, 15 + 5 20 ഉണ്ട്, 20 + 18 38, 38 + 19 എത്രയാണ്? 57, 57 + 8 65 കിട്ടും. നമുക്ക് നരേഷ് എന്ന വാക്കിനകത്ത് 6 ലെറ്റേഴ്സ് ഉള്ള കാരണം ഒരു 6 കൂടെ ആഡ് ചെയ്യണം. 71 ആൻസർ കിട്ടും. ഓപ്ഷനകത്തുണ്ടല്ലോ, ഓപ്ഷൻ 1 71 കണ്ട പരിപാടി കഴിയും. അപ്പം അവിടെ ചെയ്ത കോഡ് പക്കയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ പിക്ക് പകരം 17 വന്നത്, പിയുടെ കറസ്പോണ്ട് നമ്പർ 16. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 ആഡ് ചെയ്തു. എന്നാൽ TMRനകത്ത് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 51 കിട്ടും. അവിടെ 54 കോഡിന്ന് എടുത്തു. അതിനർത്ഥം 3 ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് 3 ആഡ് ചെയ്തു? TMRനകത്ത് 3 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സെറ്റല്ലേ? അപ്പം നരേഷിനകത്ത് 6 പേരുള്ളത് കാരണം എക്സ്ട്രാ ഒരു 6 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, 71 റൈറ്റ് ആൻസർ വരുന്നത്. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ADISNHPANRKARFACHTARKYAR ഒരു വലിയ കുറേ അധികം ലെറ്റേഴ്സ് ഉള്ളൊരു വാക്കാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? were written in reverse order, then which would be the third letter to the right of the 9th letter from the left? ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്ന വാക്കിനെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അതായത് നോർമലി ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ആണ്. തിരിച്ച് എഴുതുമ്പം ഇവിടെ ലെഫ്റ്റും ഇവിടെ റൈറ്റും ആകും. ക്ലിയർ ആണോ? ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അങ്ങനെ റിവേഴ്സ് ഓർഡറിൽ ആക്കിയതിന് ശേഷം എന്താ കണ്ടുപിടിക്കേണ്ടത്? വിച്ച് വുഡ് ബി തേർഡ് ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് ദ 9th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്. ഓക്കെ, നമ്മുടെ ഇതെന്താ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ആൽഫ ന്യൂമറിക് സീരീസ് എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ആക്ച്വലി ട്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തേർഡ് ലെറ്റർ ടു ദ റൈറ്റ് ഓഫ് ദ 9th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ് എന്ന് ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ആളുകളെ, ഓക്കെ, ഇപ്പം ആദ്യം തേർഡ് ടു ദ റൈറ്റ് അല്ലേ? തേർഡ് റൈറ്റ് പറയുമ്പം നിങ്ങൾ 3R എന്ന് എഴുതുക. ഓക്കെ, പിന്നെ എന്താ പറയുക? ഓഫ് ദ 9th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ്. അപ്പം 9th ലെഫ്റ്റ് ആണ്, അപ്പം 9L എന്ന് എഴുതുക. ഓക്കെ, 9L എന്ന് എഴുതുക. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ ഒരാൾ റൈറ്റും ഒരാൾ ലെഫ്റ്റുമാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ് അല്ലേ? റൈറ്റും ലെഫ്റ്റും ആണ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്പേഴ്സ് ലെറ്റേഴ്സ് ആണെങ്കിൽ, ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൂടെയുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, കൂടെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 12 3 + 9 12 എന്ന് കിട്ടും. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ 3R + 9L എന്ന് എഴുതിയില്ലേ? ആ ഇക്വേഷനകത്ത് ആ റൈറ്റ് എൻഡിലുള്ള ആളുണ്ടല്ലോ, ഡയറക്ഷൻ L അല്ലേ, അത് കൂട്ടത്തിൽ എഴുതി കൊടുക്കുക. അപ്പം 12L എന്ന് കിട്ടും. 12L എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ 12th ഫ്രം ദ എഫക്റ്റീവ്ലി 12th ഫ്രം ലെഫ്റ്റ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. പറയാം. ആ ഒരു ആൽഫ ന്യൂമറിക് സീരീസിനകത്ത് ചോദ്യം എന്താണ്? തേർഡ് ലെറ്റർ ടു റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3R എന്ന്, ഓക്കെ, ഇക്വേഷൻ 3R എന്ന് എഴുതുക. പിന്നെ ഓഫ് ദ 9th ലെറ്റർ ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 9L എന്ന് എഴുതുക. ഓക്കെ, 9L എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ മനസ്സിലാൻ പറ്റും ഇവിടെ ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ലെഫ്റ്റും റൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ കൂടുതലുള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 3 9 തമ്മിൽ ആഡ് ചെയ്യുക, 12 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫുൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? എഴുതിയ ഇക്വേഷൻ 3R + 9L എഴുതിയ ഇക്വേഷനകത്ത് ആ റൈറ്റ് എൻഡിലുള്ള ആ ലെറ്റർ ഉണ്ടല്ലോ, L, ആ ഡയറക്ഷൻ ഉണ്ടല്ലോ, അത് ഇയാളുടെ കൂട്ടത്തിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 12L എന്നാകും.
അതിനർത്ഥം 12th എലമെൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ആയിരിക്കും നമുക്ക് വേണ്ടുന്ന ഉത്തരം. ക്ലിയർ ആയോ? 12th ഫ്രം ദ ലെഫ്റ്റ് ആയിരിക്കും നമ്മുടെ വേണ്ടുന്ന ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ സീരീസ് എന്ത് ചെയ്തു? ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, നമ്മൾ സീരീസ് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പം ഇത് ഇപ്പം ലെഫ്റ്റും ഈ സൈഡ് റൈറ്റും ആയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക് 12th എലമെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് എലമെൻറ്റ് 6 ആണ്, പിന്നെ രണ്ടാമത്തെ ആൾ 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 6 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഉറപ്പായിട്ടും ഈ 6 ആണ് 12th എലമെൻറ്റ് ഫ്രം എന്താണ് ലെഫ്റ്റ് എന്ന് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി കാര്യം ജസ്റ്റ് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ ഇക്വേഷൻ എഴുതുന്നു. ഓക്കെ, സെൻറ്റൻസ് വെറുതെ വായിച്ച് നോക്കുമ്പം ആ സെൻറ്റൻസ് ആദ്യം എന്നാൾ 3rd ലെഫ്റ്റ് ആണ് 3R എന്ന് എഴുതി, പിന്നെ 9 ലെഫ്റ്റ് 9L എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള സിമ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ആളുടെ ഡയറക്ഷൻ ആരാണോ ഇവിടെ എഴുതി കൊടുക്കുക. തൽക്കാലം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആണെങ്കിൽ ഓക്കെ 3 ലെഫ്റ്റും 9 6ഉം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണ്. അപ്പം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം, 12 കിട്ടും. അങ്ങനെയെങ്കിൽ ഇതെന്താ ഇവിടെ ഇക്വേഷനകത്ത് റൈറ്റ് സൈഡിലുള്ള ആളായിരിക്കും നമ്മുടെ ഇവിടെ കൂട്ടത്തിൽ എഴുതുന്നത്. അപ്പോൾ 12th ഫ്രം ദ റൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ചിലപ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ ആകാം. അതായത് 3 റൈറ്റും 3 ലെഫ്റ്റും ഓക്കെ 9 ലെഫ്റ്റും ഓക്കെ 9 ലെഫ്റ്റും ആണെങ്കിൽ 9 റൈറ്റും ആണെങ്കിൽ ഓക്കെ രണ്ടും റൈറ്റ് ആണ്, രണ്ടും ഒരേപോലത്തെ ഡയറക്ഷനാണ്. അപ്പം ഇവിടെ രണ്ടും സെയിം ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ 9ഉം 3 വ്യത്യാസത്തിലാണ് 6 ആണ്. എന്നിട്ട് എപ്പോഴും പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ ഡയറക്ഷൻ ആരാണോ അത് എഴുതി കൊടുക്കുക. 6 ഫ്രം ദ റൈറ്റ് ആകും. ഓക്കെ, ഇനി ചിലപ്പം 3 ലെഫ്റ്റും 9 ലെഫ്റ്റും എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും ഡയറക്ഷൻസ് ഓക്കെ ഇവിടെയും ഡയറക്ഷൻസ് രണ്ട് സെയിം ആണ്. അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്, ഡിഫറൻസ് എടുക്കണം. അതെന്താണ്? 6 എന്ന് കിട്ടും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ആളായിരിക്കും നമ്മുടെ ഇയാളുടെ കൂട്ടത്തിൽ എഴുതേണ്ടത് 6L. അപ്പം 6th എലമെൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം ആൽഫ നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പരിപാടിയാണത്. അത് സമയം കളയാതെ ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സെറ്റല്ലേ? മുന്നോട്ട് പോകാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ തേർഡ് ലെറ്റർ ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് ലെറ്റർ ക്ലസ്റ്റർ ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ക്ലസ്റ്റർ. ഓക്കെ, വീണ്ടും ആരാ നമ്മുടെ ലെറ്റർ അനലോഗി ഉണ്ട്. ലെറ്റർ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ രണ്ടാമത്തെ ചോദ്യം, ഈ ഷിഫ്റ്റ് രണ്ടാമത്തെ ചോദ്യമാണത്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഉറപ്പായിട്ട് ഇവിടെ കറസ്പോണ്ട് നമ്പേഴ്സ് നമ്പേഴ്സ് എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കുക, ആദ്യത്തെ സി 3 ആണ്, ഇവിടെ F 6 ആണ്. 3 + 3 ഓക്കെ +3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അടുത്ത് O15 6 18 അവിടെയും +3 തന്നെയാണ്. അടുത്ത് വീണ്ടും C3 F6 കണ്ടോ, അവിടെയും +3 ആണ്. K11 N14 അതും +3. അപ്പം മനസ്സിലാൻ പറ്റും ഇവിടെ ലെറ്റേഴ്സ് എല്ലാം +3 അപ്പോൾ ഇവിടുന്ന് അധികം സമയം കളയാതെ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. എപ്പോഴും നേരത്തെ കുറച്ചു മുന്നേ പറഞ്ഞാണ് ലെറ്റേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പം 4 ലെറ്റേഴ്സ് വീതം നമ്മൾ ഓരോ ഗ്രൂപ്പാണ്. അപ്പോൾ 2 ഗ്രൂപ്പിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്യുന്നത്, വീണ്ടും സെക്കൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും പാറ്റേൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പം C3 F6 3 കൂടി, O15 6 18 അവിടെയും 3 കൂടി, വീണ്ടും C3 F6 അവിടെ 3 കൂടി, K11 N14 അവിടെ 3 ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ആദ്യത്തെ H എത്ര 8 ആണ്, +3 ചെയ്യുമ്പോൾ 11 എന്ന് വരണം അല്ലേ? 11 ആരാ? ലെറ്റർ K ആണ് അല്ലേ? K അല്ലേ? ഉറപ്പായിട്ടും Kയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ ഓപ്ഷൻ 3. പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വേണമെങ്കിൽ ബാക്കി ഒന്ന് കൺഫേം ചെയ്ത് നോക്കാം. A1 +3 ചെയ്യുമ്പോൾ 4 ഉണ്ടോ? D4 തന്നെയാണ്. ഓക്കെ, N14 അല്ലേ? +3 ചെയ്യുമ്പോൾ 17 Q17 തന്നെയാണ്. G7 +3 ചെയ്യുമ്പോൾ 10 J10 കിട്ടും. സെറ്റ് തന്നെയാണ് അല്ലേ? ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇൻ എ ക്ലാസ് ഓഫ് 36 സ്റ്റുഡൻസ് the number of boys are twice the number of girls. In the class there are 13 boys before Reema and she's a girl. Okay, whose position is 19th in the class? How many girls are there in the class after Reema? Okay, അപ്പോൾ നമ്മുടെ എന്താ റാങ്കിങ് ആൻഡ് ഓർഡറിങ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ശരി, അപ്പം നമ്മൾ ഇവരെ കറക്റ്റ് സെറ്റ് ചെയ്യണം. എന്നാൽ മൊത്തം 36 ക്ലാസ് 36 കുട്ടികളുണ്ട്. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ നമ്പർ ഓഫ് ഗേൾസ്. ഓക്കെ, ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി ഉണ്ട്. ഓക്കെ, അപ്പം ഗേൾസിൻ്റെ എണ്ണം ഓക്കെ തൽക്കാലം X എടുത്തു കഴിഞ്ഞാൽ ബോയ്സ് എത്ര ആയിരിക്കും? 2X ആയിരിക്കും അല്ലേ?
ഇവരുടെ സം എത്രയാണ്? 36 ആണ്. അതായത് 3x ഈക്വൽ ടു 36, എക്സ് എന്ത് കിട്ടും നമുക്ക്? 12 അല്ലേ? 12 കിട്ടും. അതായത് ഗേൾസ് അവിടെ 12ഉം ബോയ്സ് അവിടെ എത്രയാണ്? 24ഉമാണ്. തൽക്കാലം അവിടെ നിൽക്കണം. അത്രയും പറഞ്ഞാൽ വലിയ ആവശ്യമില്ല, എന്നാൽ പോലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ ദ ക്ലാസ് ദർ ആർ 13 ബോയ്സ് ബിഫോർ റീമ. റീമയ്ക്ക് മുൻപ് എത്ര ബോയ്സ് ഉണ്ട്? അപ്പം ഇവിടെ റാങ്ക് ആണ് പറയുന്നത്. നമ്മൾ എന്ത് എപ്പോഴും വെർട്ടിക്കൽ പ്ലേസ് ചെയ്യണം അല്ലേ? മുകളിലും താഴോട്ടാണ് നമ്മൾ റാങ്ക് വരുന്നത്. അപ്പം ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ റീമയ്ക്ക് മുൻപ് റീമയുടെ പൊസിഷന് മുൻപായിട്ട് അവിടെ 13 എത്ര ബോയ്സ് ഉണ്ട്? 13 ബോയ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഹൂസ് പൊസിഷൻ ഈസ് 90th ഇൻ ദ ക്ലാസ്. അതായത് റീമയ്ക്ക് മുൻപ് 13 വരും, എന്നാൽ റീമയുടെ സ്ഥാനം 19ാമത്തെ സ്ഥാനവുമാണ്. ക്ലിയർ ആണോ? റീമയുടെ സ്ഥാനം 19ാമത്തെ സ്ഥാനവുമാണ്. അതിനർത്ഥം എന്താണ്? റീമയ്ക്ക് മുൻപായിട്ട് മൊത്തം 18 പേര്, അതിൽ 13 ബോയ്സ്, ബാക്കി മിച്ചമുള്ള 5 ഗേൾസ് ആയിരിക്കും റീമയ്ക്ക് മുൻപുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ ചോദ്യം എന്താണ്? ഹൗ മെനി ഗേൾസ് ആർ ദേർ ഇൻ ദ ക്ലാസ് ആഫ്റ്റർ റീമ? റീമയ്ക്ക് ശേഷം എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ റീമയ്ക്ക് മുൻപായിട്ട് 5 ഗേൾസ്. ഓക്കെ, ഇപ്പോൾ റീമയുടെ ചേർത്ത് 6 പേരായി. അപ്പം ഉറപ്പായിട്ട് റീമയ്ക്ക് ശേഷം ബാക്കി 6 ഗേൾസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. അപ്പോൾ എന്തായാലും ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം കറക്റ്റ് ആണല്ലോ. പറഞ്ഞെന്തായിരിക്കും ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. ഗേൾസിൻ്റെ എണ്ണം എക്സ് എടുത്തു കഴിഞ്ഞാൽ ബോയ്സ് ഉറപ്പായും 2x ആയിരിക്കുമല്ലോ. കാര്യം പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസ് എത്രയുണ്ടോ അയാൾ അത്രയും ഇരട്ടിയുണ്ട് ബോയ്സിൻ്റെ എണ്ണം. അപ്പം ഗേൾസ് എക്സ് എടുത്തതിന് ബോയ്സ് 2x ആണ്. അത് മൊത്തം എത്രയാണ്? 36 എന്ന് പറയുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇക്വേഷൻ സോൾവ് ചെയ്ത് 3x ഈക്വൽ 36, എക്സ് എന്ന് കിട്ടും 12 എന്ന് കിട്ടും. അതായത് ഗേൾസിൻ്റെ എണ്ണം 12ഉം ബോയ്സ് ഉറപ്പായിട്ടും 24 നമുക്കറിയാം. ഓക്കെ, ശരി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ റാങ്ക് ആയതുകൊണ്ട് എപ്പോഴും വെർട്ടിക്കലി എടുക്കുക. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ക്ലാസ് ദർ ആർ 13 ബോയ്സ് ബിഫോർ റീമ. റീമയുടെ സ്ഥാനം തൽക്കാലം ഇവിടെ നിന്ന് കരുതുക. റീമയ്ക്ക് മുൻപായിട്ട് 13 ബോയ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഹൂസ് പൊസിഷൻ ഈസ് 90th ക്ലാസ്. അതായത് റീമയുടെ പൊസിഷൻ ക്ലാസ്സിൽ 19ാമത്തെ പൊസിഷനാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും റീമയ്ക്ക് മുൻപായിട്ട് മൊത്തം 18 പേരുണ്ട്. ഓക്കെ, റീമയ്ക്ക് മുൻപായിട്ട് 18 പേരുണ്ട്. അതിൽ തന്നെ 13 പേര് ബോയ്സ് ആണെങ്കിൽ ആ 18ൽ ബാക്കി മിച്ചമുള്ളത് 5 ഗേൾസ് അല്ലേ? 5 ഗേൾസ് ആണ് ബാക്കി മിച്ചമുള്ളത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഹൗ മെനി ഗേൾസ് ആർ ദേർ ഇൻ ദ ക്ലാസ് ആഫ്റ്റർ റീമ? റീമയ്ക്ക് ശേഷം എത്ര പേരുണ്ട്? ഉറപ്പായിട്ടും റീമയ്ക്ക് മുൻപ് 5 ഗേൾസ്, റീമയും കൂടെ ചേർത്ത് 6 പേരായി. ഉറപ്പായിട്ട് റീമയ്ക്ക് ശേഷം താഴോട്ട് ഇനി 6 ഗേൾസിൽ ഉണ്ടാവുള്ളൂ. മൊത്തം 12 പേരാണെങ്കിൽ ബാക്കി 6 പേരാണ് റീമയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഉണ്ടാകുന്നത്. ഓപ്ഷൻ 1 6 എന്ന് കിട്ടുന്നു. സംഭവം സിമ്പിളാണ്. അപ്പോൾ അധികം സമയം എടുക്കുക, പാസ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. 2 different portions of the same dice are shown. Select the number that will be on the face opposite to that of number 5. ഓക്കെ, എന്താണ്? നമ്മുടെ ക്യൂബ്സ് ആൻഡ് ഡൈസ് അല്ലെ? ക്യൂബ്സ് ആൻഡ് ഡൈസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ നോൺ വെർബൽ റീസണിൽ വരുന്ന ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്? ഒരു സെയിം ഡൈസിൻ്റെ 2 വ്യത്യസ്ത പൊസിഷൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഓപ്പോസിറ്റ്, ഈ 5ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാരെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 5ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാരെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് ക്യൂബ്സ് ആൻഡ് ഡൈസുമായി ബന്ധപ്പെട്ട ടൈപ്പ് 1. ഓക്കെ, 1ാം ടൈപ്പ് ചോദ്യമാണിത്. അതായത് ഒരു ക്യൂബിൻ്റെ തന്നെ ചിലപ്പോൾ 2, 3, 4 വ്യത്യസ്ത വ്യൂസ് തന്നിട്ട് ചോദിക്കും ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് കാണാൻ ചോദിക്കും. അങ്ങനെയെങ്കിൽ ബേസിക്കായിട്ട് 3 കേസാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ, ഈ 2 വ്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഓക്കെ, ഇവിടെ ഒരു നമ്പർ അല്ലേ? ഫസ്റ്റ് ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ഫസ്റ്റിനകത്ത് 3 കാണാം, 4 കാണാം, 6 കാണാം. സെക്കൻഡ് നമുക്ക് ആരെ കാണാൻ വരുന്നുണ്ട്? 1 കാണാം, 3 കാണാം, 5 കാണാം അല്ലേ? അതായത് ഒരു നമ്പർ മാത്രമാണ് കോമൺ അല്ലേ? ഒരു നമ്പർ മാത്രമാണ് കോമൺ അല്ലേ? അതായത് നമ്മുടെ ആരാ കോമൺ ആയിട്ട് വരുന്നത്? ഈ 3 മാത്രം, 3 ആണ് കോമൺ അല്ലേ? രണ്ടിടത്ത് 3 കോമൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം 1 ഫേസ് കോമൺ എന്ന ഓക്കെ ആ ഒരു കേസ് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, 1 ഫേസ് കോമൺ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവിടുത്തെ എല്ലാ ഓപ്പോസിറ്റ് ഫേസുകളും 1 ഫേസ് കോമൺ ആണെങ്കിൽ all the opposite faces can be determined. ഓക്കെ, can be determined. ഓക്കെ, നമുക്ക് ഒരു ഫേസ് മാത്രമാണ് ഓക്കെ
ഒരു ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിക്കാൻ സാധിക്കും. ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ 3 എന്ന് പറഞ്ഞ നമ്പറാണല്ലോ കോമൺ. ഓക്കെ, 3 ആണ് നമ്പർ കോമൺ. അപ്പം കോമൺ ആയിട്ടുള്ള ആളെ നിന്ന് കോമൺ നമ്പർ ആരാണോ അയാളെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് രണ്ടിടത്തും ഒരേ ഓർഡറിൽ എഴുതണം. ഓക്കെ, ഫസ്റ്റ് വ്യൂവിൽ സ്റ്റാർട്ടിംഗ് നമ്പർ ആരാ 3 ആണ്. ഓക്കെ, കോമൺ നമ്പർ ആണ്, അയാളെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 3 എഴുതി. ഇനി വീണ്ടും ഇപ്പം ഞാൻ ഇവിടെ തൽക്കാലം രണ്ടത് ഒരേ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. അതായത് ഒന്നെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കാം, ഇഷ്ടമുള്ള രീതി എടുക്കാം. അപ്പോൾ എടുത്താൽ രണ്ടിടത്തും ഓക്കെ അങ്ങനെ എടുക്കുവാണെങ്കിൽ രണ്ടിടത്തും ഒരേ രീതി തന്നെ എടുക്കണം. ഓക്കെ, തൽക്കാലം ഞാൻ രണ്ടിടത്തും ക്ലോക്ക് വൈസ് എടുക്കുന്നു, അങ്ങനെ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുന്നു. അപ്പോൾ കോമൺ നമ്പർ 3 ആണ്, അയാളെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുവാണെങ്കിൽ 3 കഴിഞ്ഞ അടുത്ത നമ്പർ ആരാ 6 കിട്ടും അല്ലേ. 3, 6, 4 എന്ന് കിട്ടും. സെക്കൻഡ് വ്യൂവിലും കോമൺ നമ്പർ 3 ആണ്, അയാളെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നു. ഇതേ കണക്ക് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ 3 കഴിഞ്ഞിട്ട് 1 വരും അല്ലേ, അത് കഴിഞ്ഞിട്ട് 5 വരും. ഓക്കെ, 5 വരും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ പറയാൻ പറ്റും ഉറപ്പായിട്ടും ദേ 1ഉം 6ഉം ആണ് ഓപ്പോസിറ്റ് ഫേസ്. അതുപോലെ 4ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ബാക്കി 3യുടെ ഓപ്പോസിറ്റ് ആണ്, മിച്ചമുള്ള 2 ആയിരിക്കും ഓപ്പോസിറ്റ് ഫേസ്. കണ്ടോ? അപ്പോൾ എല്ലാ ഓപ്പോസിറ്റും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. 3ന്റെ ഓപ്പോസിറ്റ് 2 എന്ന് കിട്ടുന്നു, 6ന്റെ ഓപ്പോസിറ്റ് 1 എന്ന് കിട്ടുന്നു, 4ന്റെ ഓപ്പോസിറ്റ് 5 എന്ന് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഒരു ഫേസ് കോമൺ ആണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. കോമൺ നമ്പർ ആരാണോ അയാളെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് രണ്ടിടത്തും ഒരേ ഓർഡർ എഴുതുക. അപ്പോൾ ക്ലോക്ക് വൈസ് എടുത്താൽ രണ്ടിടത്തും ക്ലോക്ക് വൈസ് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ 6, 4 വരും. സെക്കൻഡ് വ്യൂവിനകത്ത് 3, 1, 5 എന്ന് വരും. അങ്ങനെയെങ്കിൽ 6ഉം 1ഉം ആണ് ഓപ്പോസിറ്റ് ഫേസ്, 4ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസ്, 3ഉം 2ഉം ആണ് ഓപ്പോസിറ്റ് ഫേസ് അല്ലേ. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ എന്ത് കിട്ടും ഉത്തരം? ചോദ്യം 5ന്റെ ഓപ്പോസിറ്റ് ആണ് ചോദ്യം. 5ന്റെ ഓപ്പോസിറ്റ് ആരാ 4 ആണ്. ഓപ്ഷൻ 4 4 എന്ന് കിട്ടുന്നു. ഓക്കെ, റെഡി കഴിഞ്ഞു. സെറ്റ് അല്ലേ? ഇനി ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ സെയിം ഡൈസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് വാക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂഷ്വൽ ഡൈസ് എന്ന് വാക്കുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഫിഗറിൻ്റെ ആവശ്യം വരത്തില്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡൈസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഓപ്പോസിറ്റ് ഫേസുകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഉറപ്പായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കും, 2ന്റെ ഓപ്പോസിറ്റ് 5 ആയിരിക്കും, 3ന്റെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഫേസുകളുടെ സം എപ്പോഴും അവിടെ എന്തായിരിക്കണം 7 എന്ന് കിട്ടണം. കേട്ടോ, 1 + 6 7, 2 + 5 7, 3 + 4 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂഷ്വലൈസ് വാക്കുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫേസുകൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റുന്ന കേസാണ്. ഓക്കെ, അത് പറഞ്ഞാൽ ഫിഗറിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പം ദിവസം ഓർത്തിരിക്കുക, ഞാനോട് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് കരുതും. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 12 October 1997 was Saturday, then what day was it on the same date in the year 2008? ഓക്കെ, നമ്മുടെ കലണ്ടർ. ഓക്കെ, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കലണ്ടർ അല്ലേ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? 12 ഒക്ടോബർ 1997 സാറ്റർഡേ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതേ ഡേറ്റ്, അതായത് 12 ഒക്ടോബർ 2008 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഭയങ്കര സിമ്പിൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ അല്ല? എന്താ 12 ഒക്ടോബർ 1997 സാറ്റർഡേ ആണെങ്കിൽ 12 ഒക്ടോബർ 2008 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ചെയ്യേണ്ട സ്റ്റെപ്പ് പറയാം. സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 1997ഉം 2008 തമ്മിലുള്ള ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ ആ വർഷങ്ങൾ നമ്മൾ ഗ്യാപ്പ് എടുക്കുക. എത്ര വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് അവിടെ? ഉറപ്പായിട്ടും 11 വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. 97 മുതൽ 2008 വരെ 11 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1997 ശേഷം 2008 ഇടയിൽ ഇവർക്കിടയിൽ എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആകുന്നുണ്ടോ? 1997 ഒക്ടോബർ 8 ശേഷം ഓക്കെ 2008 ഒക്ടോബർ 2 അവർക്കിടയിൽ എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. എത്ര ഫെബ്രുവരി 29 ഉണ്ടാകും? ഉറപ്പായിട്ടും 2000 ഒരു ഫെബ്രുവരി 29 അല്ലേ. ലീപ്പ് ഇയർ അല്ലേ. ഫെബ്രുവരി 29 ലീപ്പ് ഇയറാണ് ബേസിക്കലി. അപ്പോൾ 2000 ഫെബ്രുവരി 29 ഉണ്ട്. പിന്നീട് 2004 ഒരു ഫെബ്രുവരി 29 ഉണ്ടാകും. അത് 2008 അല്ലേ. 2008 ഫെബ്രുവരി 29 ഉണ്ട്. കാര്യം ഡേറ്റ് നമുക്ക് 2008 എടുക്കാൻ പറ്റും. കാര്യം ഒക്ടോബർ ആണല്ലേ. ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള മാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ 3 വർഷങ്ങളിൽ നമുക്ക് എന്താണ് ഫെബ്രുവരി 29 ഉണ്ട്. അപ്പം ആ 3 കൂടെ ആ 3 പേരും കൂടെ ഇവിടെ ആഡ് ചെയ്യുക. ഫെബ്രുവരി 29 അവിടെ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഓക്കെ, അപ്പം ഈ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് 14 ഓക്കെ 14 എന്ന് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
ഇയാളെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ കിട്ടിയ 14 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഇൻറ്റു 14, സോ 2 ഇൻറ്റു 7 14. റിമൈൻഡർ അല്ലേ, റിമൈൻഡർ 0 എന്ന് കിട്ടുന്നു. റിമൈൻഡർ 0 എന്ന് കിട്ടുന്നു. അപ്പം റിമൈൻഡർ ഇവിടെ 0 ആണ്. അപ്പം നമുക്ക് ഇവിടെ വേണ്ടുന്നത് റിമൈൻഡർ ആണ് ബേസിക്കലി വേണ്ടുന്നത്. അപ്പം റിമൈൻഡർ 0 ആണെങ്കിൽ എന്താ ഇവിടെ തന്നിരിക്കുന്ന സാറ്റർഡേ കൂടെ 0 ആഡ് ചെയ്യുക. സാറ്റർഡേ പ്ലസ് 0 എന്നാൽ സാറ്റർഡേ സെയിം ഡേ കണ്ടോ, സെയിം ഡേ തന്നെയാണ് കേട്ടോ, സെയിം ഡേ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇപ്പം റിമൈൻഡർ 1 ആണെന്ന് വരും, സാറ്റർഡേ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പം ഡേറ്റ് എന്തായിരിക്കും, സൺഡേ ആയിരിക്കും. റിമൈൻഡർ 2 കിട്ടിയാൽ എന്തായിരിക്കും, സാറ്റർഡേ പ്ലസ് 2 ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0 ആയത് കാരണം നമുക്ക് എന്താ പറയാം, സാറ്റർഡേ പ്ലസ് 0 സാറ്റർഡേ സെയിം ഡേ കേട്ടോ, സെയിം ഡേ തന്നെ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി, ഇനി ആണെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം. അതായത് തെരുവാണ് 12 ഒക്ടോബർ 2008 സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് 12 ഒക്ടോബർ 97 കണ്ടുപിടിക്കണം. തിരിച്ചു പോകണം. ഓക്കെ, തിരിച്ചു പോകണം. അപ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ. പറഞ്ഞ മനസ്സിലാണോ? ക്വസ്റ്റ്യൻ തൽക്കാലം അവർ തരുന്നു 12 ഒക്ടോബർ 2008 തന്നിട്ട് സാറ്റർഡേയും തന്നിട്ട് നമുക്ക് 12 ഒക്ടോബർ 97 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഡേറ്റ് ആദ്യം എഴുതുക, പിന്നീട് സെക്കൻഡ് ഡേറ്റ്, അത് പിന്നീട് വരുന്ന ഡേറ്റ് വർഷം താഴെ എഴുതുക. ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. അവർക്കിടയിലുള്ള വർഷം 11 എടുക്കുക, അവർക്കിടയിലുള്ള വർഷം 11 എടുക്കുക. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇയർ എടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അവർക്കിടയിൽ എത്ര ഫെബ്രുവരി 29 ചെക്ക് ചെയ്യുക. നമ്മൾ കണ്ടു 3 ഫെബ്രുവരി 29 തമ്മിൽ ആഡ് ചെയ്യണം, 14 എന്ന് കിട്ടും. ഓക്കെ, 14 കിട്ടും. അയാൾ എന്ത് ചെയ്യുക, അയാളെ പിന്നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അവിടെയും എന്താ റിമൈൻഡർ എന്ത് കിട്ടും നമുക്ക്, എവിടെയും വേണ്ടുന്ന റിമൈൻഡർ, ഇവിടെയും വേണ്ടുന്ന റിമൈൻഡർ ആണ് ബേസിക്കലി വേണ്ടുന്നത്. ആ റിമൈൻഡർ എടുക്കണം, 0 കിട്ടും. അപ്പോൾ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, പുറകോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ സാറ്റർഡേ മൈനസ് 0 ചെയ്യണം. ക്ലിയർ ആകുന്നുണ്ടോ? പുറകോട്ടുള്ള -0 കൊടുക്കുക. ഓക്കെ, മുന്നോട്ട് പോകണമെങ്കിൽ +0 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ സാറ്റർഡേ -1 എന്ന് കിട്ടും. അപ്പം ആരായിരിക്കും, ഫ്രൈഡേ ആയിരിക്കും ഡേറ്റ് ആയിട്ട് വരിക. ഓക്കെ, സിമ്പിൾ അല്ലേ? എളുപ്പമുള്ള പരിപാടി, കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. 6 friends are playing cards in a circular enclosure facing the center. Okay, Subhash sitting to the right of Pramod. There is one person sitting in between Umesh and Suresh. Praveen is sitting in between Subhash and Umesh, and Praveen is second to left of Alok. If Alok and Subhash mutually change their places, then who will be sitting second to the right of Praveen? Okay, നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബന്ധപ്പെട്ട ചോദ്യമാണ്. 6 ഫ്രണ്ട്സ് എന്നാണ് ഒരു സർക്കുലർ ഷേപ്പിലിരിക്കുകയാണ് അല്ലേ, 6 വട്ടത്തിരിക്കുകയാണ്. ഇവരെല്ലാവരും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്താണ് 6 പേരും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണം, ഇതെല്ലാവരും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്ത് ഇരിക്കുവാണ്. ശരി, എന്താ പറയുന്നത്, സുഭാഷ് സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് പ്രമോദ്. പ്രമോദിൻ്റെ റൈറ്റിലാണ് ആരിയിരിക്കുന്നത്, സുഭാഷ് ഇരിക്കുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് റൈറ്റ് ആണെങ്കിൽ ഉറപ്പില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ, ബാക്കി നോക്കാം. ഓക്കെ, ഇനി there is one person sitting between ഉമേഷ് ആൻഡ് സുരേഷ്. ഉമേഷും സുരേഷും ഇടയ്ക്ക് ഒരാളെ ഉള്ളൂ. ആൻഡ് പ്രവീൺ സിറ്റിംഗ് ഇൻ ബിറ്റ്വീൻ സുഭാഷ് ആൻഡ് ഉമേഷ്. പ്രവീൺ എന്താണ്, ഉമേഷിനും സുഭാഷിനും ഇടയിലാണ്. അതുപോലെ ആൻഡ് പ്രവീൺ ഈസ് സെക്കൻഡ് ടു ലെഫ്റ്റ് ഓഫ് അലോക്. അലോകിൻ്റെ സെക്കൻഡ് ലെഫ്റ്റാണ് പ്രവീൺ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. അലോക് തൽക്കാലം ഇവിടെ ഇരിക്കുവാണെങ്കിൽ അലോകിൻ്റെ സെക്കൻഡ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അലോകൻ ലെഫ്റ്റ് ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റ് ഇങ്ങോട്ട്, റൈറ്റ് ഇങ്ങോട്ടാണ്, കാര്യം സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ലെഫ്റ്റ്, ഇത് സെക്കൻഡ് ലെഫ്റ്റ്. ഇവിടെയാണ് ആര്, നമ്മുടെ പ്രവീൺ ഇരിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് മുന്നത്തെ കാര്യം നോക്കാം. പ്രവീൺ സിറ്റിംഗ് ബിറ്റ്വീൻ സുഭാഷ് ആൻഡ് ഉമേഷ്. അപ്പം പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി ഉമേഷിൻ്റെയും സുഭാഷിൻ്റെ ഇടയിലാണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഉമേഷ് ഇവിടെ വരും അല്ലേ, ഒന്നെങ്കിൽ ഉമേഷ് ഇവിടെ വരും. ഓക്കെ, അല്ലെങ്കിൽ സുഭാഷ് ഇവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഉമേഷ് ഇവിടെയോ സുഭാഷ് ഇവിടെ ആയിരിക്കും. തൽക്കാലം പിന്നീട് പ്ലേസ് ചെയ്യാം. അത് അനുവിനെ പറയുന്നുണ്ട് there is one person sitting between ഉമേഷ് ആൻഡ് സുരേഷ്. ഉമേഷിനും സുരേഷിനും ഇടയിൽ ഒരാളേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഉമേഷിനും സുരേഷിനുമുള്ള ഒരാളാണ്. അപ്പോൾ തൽക്കാലം ഉമേഷ് ഇവിടെയാണെങ്കിൽ, തൽക്കാലം ഉമേഷ് മുകളിലത്തെ പൊസിഷനിലാണെങ്കിൽ ആര്, നമ്മുടെ ഉമേഷ്. ഓക്കെ, ഉമേഷ് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും സുരേഷ് അവിടെ വരും, ഇവിടെ വരും അല്ലേ. കാര്യം there is one person sitting between ഉമേഷ് ആൻഡ് സുരേഷ്. ഓക്കെ, ഉമേഷ് ഇവിടെയാണെങ്കിൽ നമ്മുടെ സുരേഷ് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി അഥവാ ഉമേഷ് ഇവിടെ ആണെങ്കിലും താഴെ ആണെങ്കിലും സുരേഷ് ഇവിടെ തന്നെ ആയിരിക്കും, കാര്യം അവർക്ക് ഒരാളല്ലേ. അപ്പം സുരേഷിൻ്റെ പൊസിഷൻ കൺഫേം ആണ്, സുരേഷ് ഇവിടെ വരും. ഓക്കെ, ഉമേഷും സുരേഷിൻ്റെ ഇവിടെ ഒരാളുണ്ട്, ഉമേഷ് സുരേഷിൻ്റെ ഒരാൾ തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി
പ്രമോദിൻ്റെ റൈറ്റിലാണ് ആര് സുഭാഷ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൺഫേം ആണ് നമ്മുടെ പ്രമോദിനെ ഇവിടെ വെച്ചാൽ മാത്രമേ അയാളുടെ റൈറ്റിൽ നമുക്ക് സുഭാഷിനെ ഉറപ്പിക്കാൻ പറ്റൂ. കണ്ടോ സുഭാഷ്, കണ്ടോ പ്രമോദിൻ്റെ റൈറ്റിലാണ് സുഭാഷ് ഇരിക്കുന്നത്. അപ്പോൾ കൺഫേം ആണ് ഉമേഷ് ഇവിടെ ഈ സ്ഥാനത്താണ്. കണ്ടോ എല്ലാവരും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ ക്ലിയർ അല്ലേ? ഇനി ചോദ്യം, ഇനി അലോകും സുഭാഷും തമ്മിൽ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നു. അപ്പം ഇനി ഇവിടെ സുഭാഷ് വരുന്നു, മുകളിൽ അലോക് വന്നു കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെയെങ്കിൽ ചോദ്യം, ഹൂ വിൽ ബി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് പ്രവീൺ? പ്രവീണിൻ്റെ സെക്കൻഡ് റൈറ്റ് ആരാണ്? അപ്പം പ്രവീൺ ഇവിടെയാണ്, അയാൾ സെക്കൻഡ് റൈറ്റ് ആര് വരും? ഫസ്റ്റ് റൈറ്റ് ഉമേഷ് ആണ്, സെക്കൻഡ് റൈറ്റ് ഇപ്പം സുഭാഷ് ആണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷൻ 2 സുഭാഷ് എന്ന് കിട്ടും. അപ്പോൾ അലോകിനെയും സുഭാഷിനെയും തമ്മിൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് പ്രവീണിൻ്റെ സെക്കൻഡ് റൈറ്റ് നമുക്ക് എന്ത് കിട്ടിയത്? സുഭാഷ് എന്ന് കിട്ടിയത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, 4 numbers have been given out of which there are alike in some manner and one is different. Okay, select the number that is different from the rest. Okay, നമ്മുടെ ഓഡ് മാൻ ഔട്ട് ആയിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ക്ലാസിഫിക്കേഷൻ ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്, ഇതിൽ ഒരാൾ ഡിഫറെൻ്റ് ആണല്ലേ. അത് നമ്പേഴ്സ് ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഈ ഷിഫ്റ്റിനകത്തുള്ളത്. ഓക്കെ ശരി, അപ്പം ഇവിടുത്തെ ഒറ്റനെ കണ്ടെത്തുക. അപ്പോൾ നോക്കുമ്പോൾ 4 പേരിൽ ഓൾറെഡി 16 4 സ്ക്വയർ ആണ്, 25 5 സ്ക്വയർ ആണ്. പക്ഷെ ബാക്കി രണ്ടൊരു സ്ക്വയേഴ്സ് ആരും വരുന്നില്ല. അപ്പം നമുക്ക് സ്ക്വയർ എന്ന രീതി വെച്ച് ഒരിക്കലും നമുക്ക് ഇവിടുത്തെ ഒറ്റനെ കണ്ടെത്താൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? നോക്കി, നമുക്ക് വേണമെങ്കിൽ ഓഡ് ഓർ ഈവൻ അല്ലെ, ഓഡ് നമ്പർ ഈവൻ നമ്പർ ചെക്ക് ചെയ്യാം. പക്ഷേ അതിനകത്ത് 2 നമ്പർ ഓഡ് 1 നമ്പർ ഈവൻ, അപ്പോൾ അതും പറ്റത്തില്ല. ഓക്കെ, പിന്നീട് പ്രൈം നമ്പേഴ്സ് ആക്ച്വലി 29 ഉണ്ട്. ഓക്കെ, 29 പ്രൈം നമ്പർ വെച്ച് വേണമെങ്കിൽ എന്താ പറയാം, 29 വേണമെങ്കിൽ കൊടുക്കാം. പ്രൈം നമ്പർ വെച്ചിട്ട് 29 കൊടുക്കാം. അതുമല്ല വേറൊരു ആക്ച്വലി രീതിയുണ്ട്. എന്താ, നമുക്ക് ഡിജിറ്റ് സം എടുക്കുവാണെങ്കിൽ, ഡിജിറ്റ് സം എടുത്തു കഴിഞ്ഞാൽ 3 + 4 7 ആണ്, 1 + 6 7 ആണ്, 2 + 5 7 ആണ്. അപ്പം ഇവിടെ മാത്രം 2 + 9 11 എന്ന് കിട്ടും. ഒന്നുകിൽ പ്രൈം നമ്പർ വെച്ച് നമുക്ക് ഓപ്ഷൻ 4 പറയാം, അല്ലെങ്കിൽ ഡിജിറ്റ് സം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 4 എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കിയെടുക്കുക. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the option in which the numbers share the same relationship as shared by the given pair of numbers. Okay, എന്താ ഇത്? നമ്മുടെ നമ്പർ അനലോഗിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അനലോഗി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം ഫസ്റ്റ് സെറ്റ് എന്താണ്? 11:132. 11ഉം 132ഉം തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കണം. എന്തായാലും 11 വളരെ ചെറിയ നമ്പറും 132 വലിയ നമ്പറുമാണ്. അപ്പോൾ ചെറുതിനെ വലുതാക്കണം, ഒന്നിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ സ്ക്വയറോ ക്യൂബോ എടുക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? സിമ്പിളാണ്. ഈ 11ൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, എത്രയാ? 121 പ്ലസ് അതേ 11 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 132 എന്ന് കിട്ടും. കണ്ടോ? അല്ലെങ്കിൽ എന്ത് പറയാം? 11 × 11 + 11 പറയാം. അല്ലെങ്കിൽ എന്താണ്, 11 × 12 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് ആക്ച്വലി ഇങ്ങനെ 3 രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റും. കാര്യം ഒരു നമ്പറിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ 11 അല്ലെങ്കിൽ 11 × 12 അതും പറയാം, സെയിം തന്നെയാണല്ലേ. ശരി, അങ്ങനെയെങ്കിൽ ആ രീതിയിൽ റിലേഷൻ അല്ലെ, ആ രീതിയിൽ വരുന്ന റിലേഷൻ നോക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ 6 + 6 48 അല്ല, 42 കിട്ടുള്ളൂ. 8 + 8 എത്രയാണ്? 64 + 8 ഉറപ്പായിട്ടും 72. 8 + 8 72 ആണ്. 7 + 7 എത്രയാണ് വരുന്നത്? 56 ആണ്. 9 + 9 100 ആണ് അല്ലേ. അപ്പോൾ ഒരിക്കലും എന്താ ഇവിടെ ഒറ്റനാരാ? ഓപ്ഷൻ 2 അല്ലേ. അല്ലെങ്കിൽ സെയിം റിലേഷൻ വരുന്ന ആരാണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഒറ്റനല്ല, സെയിം റിലേഷൻ വരുന്ന ഓപ്ഷൻ 2 ആണ്. ക്ലിയർ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നമ്മുടെ വെൻ ഡയഗ്രാം. സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് റിലേഷൻ ബിറ്റ്വീൻ ഫോളോയിങ് ക്ലാസ്സസ്. സ്പോർട്സ്, ക്രിക്കറ്റ്, കോക്രോച്ച് അല്ലേ. സ്പോർട്സ്, ക്രിക്കറ്റ് എന്ന സ്പോർട്ട്, കോക്രോച്ച്, പാറ്റ. ഇപ്പം ഇവർ 3 നമ്മൾ വെൻ ഡയഗ്രാം അല്ലെ വരയ്ക്കണം. ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും സ്പോർട്സിനകത്ത് വരുന്ന ആളാണ് ക്രിക്കറ്റ് അല്ലേ. സ്പോർട്സിനകത്ത് വരണ ക്രിക്കറ്റ് വരണം. കോക്രോച്ച് വ്യത്യസ്തമായിട്ട് സംഭവമാണ് അല്ലേ. ഉത്തരമാരാണത് ഓപ്ഷൻ 3. ആ രീതിയിൽ വരയ്ക്കാൻ പറ്റുന്ന ഓപ്ഷൻ 3 അല്ലേ. നടുക്കുള്ളത് ക്രിക്കറ്റ് ആണ്, പുറത്തുള്ളത് സ്പോർട്സ് ആണ്, ഇയാൾ കോക്രോച്ച് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. അപ്പം വെൻ ഡയഗ്രാം കറക്റ്റ് വരയ്ക്കാനും പഠിക്കണം. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ഇത് വീണ്ടും സിലോജിസം ആണ്. സിലോജിസോട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. ഈ ടോപ്പിക്കിൽ സിലോജിസോട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ചോദ്യമാണിത്. ഓക്കെ, ഡയറക്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താ തരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആയിട്ട് കരുതുക. ഓക്കെ, എന്നിട്ട് കൺക്ലൂഷൻ എടുക്കണം. ശരി, ഇപ്പോൾ ഫസ്റ്റ് വൺ. ഓക്കെ, ഓൾ ഫോൺസ് ആർ പെൻസ്. ഓക്കെ, എല്ലാ ഫോണുകളും പെന്നാണ്. അപ്പം എങ്ങനെ വരയ്ക്കാം? എല്ലാ ഫോണുകളെല്ലാം
എന്താ പെൻ എന്ന ക്ലാസ്സിൽ വരണം. ശരി. ഇനി സം പെൻ ആർ പെൻസിൽസ്, കുറച്ച് പെൻസിൽസുമാണ്. അപ്പം ഇതാണ് നമ്മുടെ വെണ്ടകരം. ഒരിക്കലും പെൻസിൽ കയറി ഫോണിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ശരി, അങ്ങനെ നിൽക്കട്ടെ. കൺക്ലൂഷൻ നോക്കാം. സം ഫോൺസ് ആർ പെൻസിൽസ്. ഈ ഫോണും പെൻസിൽ ബന്ധം ഉറപ്പുണ്ടോ? നമുക്ക് ചിലപ്പം സം വരാം, ചിലപ്പം ഓളൊക്കെ വരാം, ചിലപ്പോൾ നോ റിലേഷൻ ആയിരിക്കും, ഉറപ്പില്ല. ഇവർ നമ്മുടെ റിലേഷൻ ഉറപ്പില്ലാത്ത കാരണം ഫസ്റ്റ് വൺ ഫോളോ ചെയ്യില്ല. എപ്പോഴും ഓർക്കുക, സിലബസിനകത്ത് കൺഫേം ആയിട്ടുള്ള കൺക്ലൂഷൻ മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. ശരി, സെക്കൻഡ് വൺ സം പെൻസിൽസ് ആർ ഫോൺ. കുറച്ച് പെൻസിൽസ് ഫോണാണോ? അതുമല്ല, ഉറപ്പായിട്ടും അതും ബന്ധമില്ല. ഫോണും പെൻസിലും ബന്ധം ഉറപ്പില്ല. സെക്കൻഡ് വണ്ണും ഫോളോ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ സം പെൻസിൽസ് ആർ പെൻ. കുറച്ച് പെൻസിൽസ് പേനയാണോ? അതും തരണം അല്ലേ, കാര്യം പെൻസിൽസ് ഉണ്ടോ, പേനിൽ ഓവർലാപ്പ് ആയിട്ടുണ്ട്. തേർഡ് വൺ ഫോളോ ചെയ്യും. ഫോർത്ത് വൺ സം പെൻസ് ആർ ഫോൺസ് അല്ലേ, ഉറപ്പായിട്ടും ഫോണും പെന്നും തമ്മിൽ ഓൾ റിലേഷൻ ഉണ്ട്. അതുകൊണ്ട് സം ഓൾ റിലേഷൻ ഉണ്ടെങ്കിൽ സം റിലേഷൻ പറയാൻ പറ്റും. ഫോർത്ത് വൺ ഫോളോ ചെയ്യും. അതായത് എന്താണ്, ഓൺലി കൺക്ലൂഷൻ 3 and 4. ഓൺലി കൺക്ലൂഷൻ 3 and 4. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് ടൈം ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ടൈം ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതും എന്താ, നമ്മുടെ അനലോഗി ഉണ്ടാവും. അനലോഗിയുടെ ബന്ധപ്പെട്ട വീണ്ടും അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താ, വേർഡ് അനലോഗിയാണ് ചോദ്യം. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത്, എൻഡമോളജി ഈസ് ടു ഇൻസെക്ട്സ്, എന്നാൽ എറ്റിമോളജി ഈസ് ടു എന്താണ്? അതായത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് എൻഡമോളജി എന്ന് പറയുന്നത്, എന്താണ്, സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണല്ലേ, ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. അപ്പം നമ്മുടെ അനലോഗിയുടെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓടുമാനോട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഏരിയ ആണ്. നമ്മുടെ സ്ട്രാറ്റജിക്ക് പഠിക്കുമ്പം ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ഉറപ്പായിട്ടും വായിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ് എൻഡമോളജി. അങ്ങനെ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് എറ്റിമോളജി? ഓക്കെ, ബുക്സ് ആണോ? അല്ല. ഓക്കെ, സാറ്റലൈറ്റ്സ് അല്ല. ഓപ്ഷൻ 3 വേർഡ്സ്. ഓക്കെ, വേർഡ്സ് ആണ്, അത് വാക്കുകളുടെ ഒറിജിനെ പറ്റിയൊക്കെ ഉള്ള പഠനമാണ് എറ്റിമോളജി. ക്ലിയർ അല്ല? അപ്പം ഇങ്ങനത്തെ ബ്രാഞ്ചസ് ഉറപ്പായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം. സെറ്റല്ലേ? മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം. Okay, next question. Select the combination letters that when sequential place in the blanks will create a repetitive pattern. Okay, നമ്മുടെ സ്കിപ്പഡ് ലെറ്റർ സീരീസ് ഒരു ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ലെറ്റർ സീരീസ് എന്ന് വരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് സ്കിപ്പ് ലെറ്റർ സീരീസ്. ഓക്കെ, ശരി. അപ്പോൾ നോക്കുക, ഇവിടെ കണ്ടോ, ഇവിടെ മൂന്ന് ഗ്രൂപ്പുകളാണ്. A-C-AB, നെക്സ്റ്റ് B-A-BC, വീണ്ടും -BC-AB ആണ്. ഓക്കെ, അപ്പം ഇവിടെ റിപ്പീറ്റീവ് പാറ്റേൺ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് പാറ്റേൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, അങ്ങനെ നോക്കുവാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുന്നു A-C-AB. അപ്പം 6 ലെറ്റേഴ്സുകൾ വീതം 4 ലെറ്റേഴ്സുള്ള 3 ഗ്രൂപ്പാണ്. അത് എയും ബിയും സിയും അടങ്ങുന്ന 3 ഗ്രൂപ്പുകളാണ് ബേസിക്കലി ഉള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് എ ആണ്, സെക്കൻഡ് ഗ്രൂപ്പിൽ വീണ്ടും ഫസ്റ്റ് ബി ആണുള്ളത്. അപ്പം മിക്കവാറും അത് രണ്ട് സെയിം പാറ്റേൺ ആണ്, നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ തേർഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ആരാന്ന് അറിയത്തില്ല. പക്ഷേ ഫസ്റ്റ് ഗ്രൂപ്പിൽ അവസാനത്തെ 2 പേരും തേർഡിലെയും അവസാനം 2 പേരും സെയിം തന്നെ, AB ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ മൂന്നാമത്തെ ആളും ഇവിടുത്തെ മൂന്നാമത്തെ ആളും സെയിം ആണ് അല്ലേ, കണ്ടോ, സി തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ അപ്പം അതും റിപ്പീറ്റഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണല്ലോ. ഫസ്റ്റും തേർഡും എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഫസ്റ്റ് A സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, A കൊടുക്കാം. A കൊടുത്ത് നോക്കാമല്ലോ. അപ്പം എന്തായി, ABC-AB എന്ന് വന്നു അല്ലേ, -AB എന്ന് വന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഗ്രൂപ്പ് A-C-AB ആണെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ B ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും B കൊടുക്കാം, അവിടെ ABC-AB തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് ഓപ്ഷൻ 1 ഉം 2 ഉം ഒഴിവാക്കാൻ. കാര്യം ഇവിടെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം, ഉത്തരം ബിയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓപ്ഷൻ എയിലും 1ലും 2ലും ബിയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ 3 or 4 ആണ്, കൺഫേം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ഡാഷ് ആരായിരിക്കും, 2 ഓപ്ഷനിലും 2 പേര് സി തന്നെയാണ്, 2 പേരും സി തന്നെയല്ല. അപ്പം ABC-CAB എന്ന സീരീസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൊടുക്കാം, ABC പിന്നെന്താ CAB ആണോ, ABC-CAB. ഓക്കെ, ABCB അതും ഉറപ്പാണ്. ഓക്കെ, ABC-CAB. ഓക്കെ, അപ്പം ലാസ്റ്റ് എന്താ, നമുക്ക് ലാസ്റ്റ് ഡാഷ് എന്താ കിട്ടി, സി എന്ന് കിട്ടി. സി കിട്ടി, ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ 3 അല്ലേ. അപ്പം ഓപ്ഷൻ 4 ആൻ സാധ്യത വളരെ കുറവാണ് അല്ലേ. കാര്യം നമ്മൾ ABC-CAB ആണെങ്കിൽ ഇവിടെ ABC-CAB വരണം. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ സി വരണം. അത് ഓപ്ഷൻ 3യിൽ സി മാത്രമേ വരുന്നുള്ളൂ. ഓപ്ഷൻ 3 കൊടുക്കാം. നമുക്ക് എന്തായാലും ഇവിടെ നടുക്കുള്ളതാണ് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നു, ABC-CAB പിന്നെ B-A-BC ആണ്. ഓക്കെ, ഇനി ഓപ്ഷനകത്ത് അല്ലേ, തേർഡ് ഓപ്ഷനിലും ഫോർത്ത് ഓപ്ഷനിലും മൂന്നാമത്തെ ആൾ സി ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ സി കൊടുക്കാം. അപ്പം കണ്ടോ, BCA
ഉറപ്പായിട്ടും BC ഉണ്ടോ, BCA ABC എന്ന് കണ്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലിറ്റിൽ ഈസ് കോഡ് ആസ് 24, പാരിസ് കോഡ് ആസ് 36, ബോക്സ് is code as 14 and pin is code as 21. How will done be written in that code? ഓക്കെ, അപ്പം ലിറ്റിൽ എന്ന വാക്കിലൂടെ 24 അപ്പം എന്തായാലും ഈ വാക്കിൻ്റെ കൂടെ നമ്പർ ആണല്ലോ. അപ്പം എന്താ അവിടെ കറസ്പോണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ശരി, അപ്പോൾ ലിറ്റിൽ എന്ന വാക്കിൽ ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ലിറ്റിൽ എന്ന വാക്കിൽ ലെറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി സമയം കളയരുത്, നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതിയാകും. ശരി, L 12, I 9, T 20, വീണ്ടും T 20, L 12, E 5. ഇവർക്ക് പകരമാണ് 24 എന്ന് കൊടുത്തത് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നമ്പർ തമ്മിൽ കൂട്ടിയാൽ നിലയിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? വെറുതെ 12 + 9 + 20 + അതാടി ഒരിക്കലും നമുക്ക് ആഡ് ചെയ്ത് 24 കിട്ടത്തില്ല. വേറെ ഒന്നും പരിപാടിയില്ല, വേറെ പരിപാടി ആകാൻ സാധ്യത ഉണ്ടല്ലോ. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ പറ്റി ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 24 ചെറിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇതിനകത്തുള്ള നമ്പേഴ്സ് ഡിജിറ്റ്സും ചെയ്ത് നോക്കിയാലോ. 1 + 2 + 9 + 2 + 0 + 2 + 0 + 1 + 2 + 5. നോക്കിക്കേ, 3, 12, 14, 16, 17, 2, 19, 5, അത് 24 നമുക്ക് വേണമെങ്കിൽ കൺഫേം ചെയ്ത് നോക്കാം. അടുത്ത പാരീസ്. ഓക്കെ, പാരീസ് നോക്കാം. പാരീസിനകത്ത് P 16, A 1, R 18, I 9, S 19 അല്ലേ? 1 + 6 + 1 + 1 + 8 + 9 + 1 + 9 അല്ലേ? 6 1 7, 8 9, 9 10, 18, 9 27, 9 കണ്ടോ 36 കൺഫേം ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഡൺ എന്ന വാക്കിൻ്റെ ലെറ്റേഴ്സുകൾ എടുക്കുക, കറസ്പോണ്ട് നമ്പേഴ്സ് എടുക്കുക. D 4ാമത്തെ ആള്, O 15 അല്ലേ? N 14, E 5 നമ്പേഴ്സ് കൂട്ടിയാൽ 4 + 1 + 5 + 1 + 4 + 5, 4 5, 5 10, 11, 15, 5, 20 കിട്ടുന്നുണ്ടല്ലോ. ഓപ്ഷൻ 3 20. കണ്ടോ, സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ അല്ലേ? ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. ഓക്കെ, ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് ഐഡന്റിഫൈ ദ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, എന്താ നമ്മുടെ നമ്പർ സീരീസിനകത്തുള്ള റോങ് ടൈം അല്ലെ, റോങ് നമ്പർ എന്ന സീരീസ് കണ്ടുപിടിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോങ് നമ്പർ സീരീസ് അല്ലേ? ശരി, അപ്പം നോക്കാൻ പറയാൻ പറ്റും ഇതൊരു ഇൻക്രീസിങ് അല്ലേ, കൂടിക്കൂടിക്കുന്ന സീരീസ് ആണ്. അതിനകത്ത് ഒരു ടൈം തെറ്റാണ്, അയാളാരെന്ന് കണ്ടുപിടിക്കണം. ശരി, അപ്പോൾ റോങ് ടൈം കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇൻക്രീസ് സീരീസ് ആണെന്ന് നമുക്കറിയാം, ഒന്നുകിൽ അഡീഷൻ്റെ പാറ്റേൺ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പാറ്റേൺ ആയിരിക്കും, ചിലപ്പോൾ സ്ക്വയറുകളുടെ ക്യൂബുകളുടെ പാറ്റേൺ ആകാം. ഈ കാണുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ക്യൂബ്സ് അല്ലാത്ത കാരണം നമുക്ക് എന്താണ് ഇവിടെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പിന്നെ നോക്കുമ്പം അവസാനത്ത് രണ്ടുപേര് നോക്കുമ്പോൾ 365 കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം വലിയൊരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പം മിക്കവാറും എന്തായിരിക്കും അത് മൾട്ടിപ്ലിക്കേഷൻ്റെ പാറ്റേൺ ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കണം, 5 ആക്കണം. അടുത്ത വീണ്ടും 5നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താക്കണം, 14 ആക്കണം. 14നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 41 ആക്കണം അല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കിയേ, നമുക്ക് 2നെ 5 ആക്കാൻ 2 × 2 + 1 5 അല്ലേ? പിന്നീട് 5, അടുത്ത 5നെ 14 ആക്കാൻ 5 × 3 + 1 അല്ലേ? സോറി, 3 - 1 ചെയ്യേണ്ടി വരും. -1 ചെയ്യേണ്ടി വരും അല്ലേ? -1 ചെയ്യേണ്ടി വരും. 5 × 3 -1 ആണ് 14 വരുന്നത്. 14 എടുത്ത് 41 ആക്കാൻ ഓക്കെ, നമുക്ക് ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ അങ്ങനെ നോക്കുമ്പോൾ 4 കൊണ്ട് ഗുണിക്കേണ്ടി വരും അല്ലേ? അപ്പം 14 × 4 ആക്ച്വലി 56 ആണ്. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതിൻ്റെ 4 അല്ല ചെയ്യേണ്ടത്, നമുക്ക് 41 മതി. അപ്പോൾ ഈ 14 ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, 3 കൊണ്ട് ഗുണിക്കാൻ പറ്റുള്ളൂ അല്ലേ? 14 × 3 എത്രയാ? 42 ആണ് അല്ലേ? അപ്പം നമുക്ക് 41 മതി. ദാറ്റ് മീൻസ് 14 × 3 -1 ആണ് 41. അപ്പം പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 5 × 3 - 1 14, 14 × 3 - 1 41. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യാം, 2 × 3 - 1 ആണ് 5. അപ്പോൾ ബാക്കി നോക്കാമല്ലോ. 41 × 3 എത്രയാണ്? 40 3 120, 1 × 3 അപ്പോൾ 123 കിട്ടും. -1 ഉറപ്പായിട്ട് 122 തന്നെയാണ്, കൺഫേം ആണ്. അടുത്തെന്തായിരിക്കും? 122 × 3 ഇപ്പം 122ൻ്റെ പിന്നെ അതിന് 3 കൊണ്ട് ഗുണിച്ചാൽ 100 × 3 അല്ലെ, 100 × 3 300 ആണ്. 22 × 3 366 അല്ലേ? 366 എന്ന് കിട്ടും. -1 കൺഫേം ആയിട്ട് എത്രയാ? 365 തന്നെയാണ്. അപ്പം കൺഫേം ആയിട്ടും റോങ് ആരായിരിക്കും? അടുത്ത 1090 അല്ലേ? ഓപ്ഷൻ 2 തന്നെ ആയിരിക്കും അല്ലേ? 365 × 3 - 1 എത്ര വരെ കുഞ്ഞുങ്ങളെ?
365 × 3 1095 മൈനസ് 1 നമുക്ക് 1994 ബേസിക്കലി വരേണ്ടത്. ഓപ്ഷൻ 2 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടെ ഈ ഷിഫ്റ്റിൻ്റെ 2020 ഡിസംബർ 30 ഷിഫ്റ്റ് 2ൻ്റെ റീസണിങ് 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് കരുതും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ഇനി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 5 ക്വസ്റ്റ്യനെങ്കിലും മിനിമം പ്രാക്ടീസ് ശ്രമിക്കുക. ഒരുപാട് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് കാണാം. താങ്ക്